Hallelujah. 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 You know what? I feel very much at home. ഞാൻ എനിക്ക് എന്റെ ഭവനത്തിലായിരിക്കുമ്പോഴത്തെ ഒരു അനുഭവമാണ് എനിക്ക്. Hallelujah. You okay? Fine? Yeah. Praise God. How long I have not seen God's own country. ഞാൻ ഒത്തിരി നാളായി ഗോഡ്സ് ഓൺ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് പോയിട്ട്. God's own country. You remember God's own country? Who ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. Who comes from God's own country, Kerala? Everybody. Wow, you're powerful. You know, I started my ministry mostly in Kerala. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭം മുഴുവനും കേരളത്തിൽ നിന്നാണ് ആരംഭിച്ചത്. I was very, very much in Kerala, in many different districts, also southern Tamil Nadu. കേരളത്തിന്റെ വിവിധമായ ജില്ലകളിലും അതുപോലെ southern part of തമിഴ്നാടിലാണ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ആരംഭിച്ചത്. So now we have God's own ministry. Hallelujah. Amen. ഇപ്പോൾ നമുക്ക് ദൈവത്തിന്റെ സ്വന്തം ശുശ്രൂഷയെ കാണുവാനായി ഇടയായി. And to get a Malayalam translation after a long time is also beautiful. Strong man. Hallelujah. Actually, we had a ladies meeting in Cochin area recently. വളരെ അടുത്ത കാലത്ത് കൊച്ചിയിൽ വെച്ച് എസ്തർ റൈസ് എന്ന മീറ്റിംഗ് ഉണ്ടായിരുന്നു. Esther Rice, that was very beautiful, very powerful. വളരെ ശക്തിയേറിയ ശുശ്രൂഷയായിരുന്നു 3 ദിവസം അവിടെ നടന്നത്. But it's very different. This is our own daughter, you know, our own ministry daughter who is doing the translation for me. So it didn't look like real Kerala, but now this looks like real Kerala. എൻ്റെ ആത്മീയ മകളാണ് അന്നത്തെ ദിവസം എനിക്ക് പരിഭാഷപ്പെടുത്തിയത്. എനിക്ക് ഇന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകുകയാണ്. Beautiful. Hallelujah. What a glory, what a presence. എത്ര അനുഗ്രഹിക്കപ്പെട്ട ആനന്ദകരമായ ദൈവ സാന്നിധ്യം. Blessed, happy, glorious, powerful, everyday Pentecost for you. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അത്ഭുതകരമായ ആനന്ദകരമായ ഒരു പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകട്ടെ. Amen. Hallelujah. You know, we Christians, we are such special, blessed people. നമ്മൾ ദൈവമക്കളായിരിക്കുന്ന നാം, ക്രൈസ്തവരായിരിക്കുന്ന നാം വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. For us, actually, every day it's Christmas. നമുക്ക് എന്നും ഒരു ക്രിസ്തുമസ് അനുഭവമാണ്. Because every day we live in the joy of our salvation, no? കാരണം നമ്മൾ എന്നും രക്ഷയുടെ സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Every day we remember that Jesus was born inside of us also. Hallelujah. Not only in that manger, inside of us. ഓരോ ദിവസവും ക്രിസ്തു എന്നിൽ ജനിക്കുന്നാൽ പുൽക്കൂടിൽ മാത്രമല്ല എന്നിൽ ജനിക്കുന്ന അനുഭവത്തിൽ ഞാൻ വാഴുകയാണ്. Every day Christmas. എന്നും നമുക്ക് അതുകൊണ്ട് ക്രിസ്മസ് ആണ്. So we can give gifts to one another every day and say happy Christmas. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ജനങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകി ഹാപ്പി ക്രിസ്മസ് വാഴ്ത്താം. Every day Easter. എല്ലാ ദിവസവും നമുക്ക് ഒരു പുനരുത്ഥാന ദിവസമാണ്. Every day the resurrection power of God moving in us, working in us. Hallelujah. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി ചലിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു. Every day we are using this resurrection power for our own life, our own health, and for healing, for salvation, for deliverance of multitudes. Amen. ആയിരങ്ങൾക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മുടെ സൗഖ്യത്തിനും വിടുതലിനും ആരോഗ്യത്തിനും ബലത്തിനും ആ ഉയർപ്പിന്റെ ശക്തിയെ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. Hallelujah. Hallelujah. And also we have everyday Pentecost. അതുപോലെ നമുക്ക് ഓരോ ദിവസവും പെന്തക്കോസ്താണ്. Every day we live very closely with the Holy Spirit. ഓരോ ദിവസവും ദൈവത്തോടൊപ്പം പരിശുദ്ധാത്മാവിനോടൊപ്പം വളരെ അടുത്ത് നമ്മൾ ഇടപഴകുന്നു. This excitement of asking the Holy Spirit to take over whatever we do, that is so glorious. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നത് വളരെ മനോഹരമാണ്. I don't know how many times I pray that every day. ഞാൻ എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയത്തില്ല. Holy Spirit, take complete control. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കണമേ. I don't want to walk in my own ways. എനിക്ക് എന്റേതായ അനുഭവത്തിൽ എന്റെ ചിന്തകളിൽ നടക്കാൻ ആഗ്രഹമില്ല. My own thoughts. എന്റെ ചിന്തകളിൽ നടക്കാൻ ആഗ്രഹമില്ല. Think about it. Our brain is this size. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ തലച്ചോറ് വളരെ ചെറിയ. If you want to know your brain size, it's more or less like your two hands together like നിങ്ങളുടെ കൈകൾ ചേർത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. Now the people with bigger hands are very happy. വലിയ വലിയ കൈകളുള്ളവർക്ക് സന്തോഷമാണ്. Now everybody says women have smaller hands. ചില ആൾക്കാർ പറയുന്നത് എന്റെ കയ്യിൽ ചെറിയ കൈയാണല്ലോ അല്ലേ. Yeah, the ladies we have smaller brains. നമുക്കറിയാം സഹോദരിമാർക്ക് ചെറിയ കൈകളാണ്, അതിന്റെ അർത്ഥം ചെറിയ തലച്ചോറാണ് ഉള്ളത്. But our smaller brains, you know, they are more tightly packed, so they are faster. Amen. Amen. You know that from your wife. Yes, yes. Amen. So, amen. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ചാകുമ്പോൾ ആ കുടുംബത്തിൽ വലിയ തലച്ചോറുകൾ ഉണ്ടാകുന്നു. But you are super, you are very fast. Hallelujah. You know, many times ladies are the better translators because chuck, 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 very fast. സാധാരണ സഹോദരിമാരാണ് ഭയങ്കര വേഗത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. You are super. Hallelujah. How? Thank you, Holy Spirit. Hallelujah. See, this
living with the Holy Spirit every day, not only on Pentecost, remembering Him somewhere, some ghost out there, some whatever, what is, living closely with Him every day. ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനോടൊപ്പം വളരെ അടുത്ത് ഇടപഴകുക, പരിശുദ്ധാത്മാവിൽ ജീവിക്കുക, ഓരോ ദിവസവും പെന്തിക്കോസ്ത് അനുഭവത്തിൽ വാഴുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായത്. How much are we doing it? നമ്മൾ എത്ര നാൾ അല്ലെങ്കിൽ എന്തുമാത്രം അപ്രകാരം അനുഭവത്തിൽ How ജീവിക്കുന്നു? much do we remember Him? നമ്മൾ എപ്രകാരം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ അവനെ When ഓർക്കുന്നു? He came the first time, you know when it was that He came the first time? Acts chapter 2, you know, no? ആമേൻ. വേദപുസ്തകത്തിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ആദ്യമായി ഇദംപ്രഥമമായി ഇറങ്ങി വന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുവല്ലോ. You know when it happened? എന്നാണ് അത് സംഭവിച്ചതെന്ന് അറിയാമല്ലോ? When they were all very nicely in unity gathered together. എല്ലാവരും ഒരുമിച്ച് ഐകമത്യത്തോടെ ഒരുമിച്ച് കൂടിയപ്പോൾ With one accord. ഒരേ അനുഭവത്തിൽ, That's already the major miracle. ഏറ്റവും വലിയ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. You know, my hubby told me, even when I was ministering in Kerala, they said it is very much communist and everybody has his own ideas. So to come together in one accord like you are, it's a miracle. ഞാൻ ഒരിക്കൽ ശുശ്രൂഷ കേരളത്തിൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രിയ ഭർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഒരുമിച്ച് കൂടി വരുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, എന്നാൽ നമ്മൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ. Amen. Really? Hallelujah. Holy Spirit. Listen. Kira Brahma Kitika Sinka and Hindi songs and English songs and everything. Praise God. Amen. എല്ലാ ഇംഗ്ലീഷ് പാട്ടുകളെല്ലാം പാടി നമ്മൾ ദൈവത്തെ ആരാധിച്ചല്ലോ. And Hindi songs. ഹിന്ദി പാട്ട് നമ്മൾ പാടി. So this unity, you already show it here. നിങ്ങൾ ആ ഐക്യമത്യത്തെ അല്ലെങ്കിൽ ഐക്യതയെ നിങ്ങൾ ഇവിടെ കാണിച്ചു. ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും എല്ലാം ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ. So the unity of the Holy Spirit, you are already showing it here. നിങ്ങൾ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത നിങ്ങളെ തന്നെ വെളിപ്പെടുത്തുകയാണ്. That's what the Holy Spirit loves. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. That's what the devil hates. അതാണ് പിശാച് വെറുക്കുന്നതുമായത്. That's what the devil is so afraid about. അതുകൊണ്ടാണ് പിശാച് നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്. Unity in your marriage. നിങ്ങളുടെ വിവാഹത്തിൽ ഐക്യത. Unity in your church. നിങ്ങളുടെ സഭയിൽ ഐക്യത. Even unity in some company. Amen. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും ഐക്യതകൾ ഉണ്ടാകണം. The devil will try to bring disunity. Amen. ഐക്യത ഇല്ലാത്ത അനുഭവത്തെ പിശാച് കൊണ്ടുവരുമ്പോൾ, so that the Holy Spirit cannot come and feel at home. അവിടെ പരിശുദ്ധാത്മാവിന് വെളിപ്പെടുവാൻ, ഭവനത്തിൽ വെളിപ്പെടുവാൻ കഴിയത്തില്ല. Some of you have companies. ചില വ്യക്തികൾക്ക് ഇതിനകത്ത് കമ്പനികൾ ഉള്ളവരുണ്ട്. You need to ask the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. Because I see the devil tries to destroy that by bringing disunity. ഞാൻ ഈ ആത്മാവിലൊന്ന് കാണുന്നു, ചില അനൈക്യതകൾ കൊണ്ടുവന്ന് അതിനെ തകർക്കുവാൻ പിശാച് ശ്രമിക്കുന്നത് ഞാൻ കാണുന്നു. You have to hate and fear disunity because it's a weapon of the devil. കാരണം പിശാചിന് നിങ്ങളുടെ ഐക്യത ഇഷ്ടമല്ല, അവൻ അതിനെ വെറുക്കുന്നു. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. Amen. You know, I brought David Hogan to our church in Germany. Amen. ഞാൻ എൻ്റെ ജർമ്മനിയിലെ സഭയിൽ David Hogan, you know. ഡേവിഡ് ഹോഗൻ എന്നൊരു അഭിഷിക്തനെ നിങ്ങൾക്ക് അറിയാമോ? Have you heard of him? ജർമ്മനിയിലുള്ള ഡേവിഡ് ഹോഗൻ എന്നൊരു അഭിഷിക്തനെ അറിയാമോ? Planted over 700 churches in Mexico and surrounding areas. മെക്സിക്കോ എന്ന രാജ്യത്തും അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 700 സഭകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. Over 400 people were raised from the dead through his ministry. 400 പരം വ്യക്തികളെ മരണത്തിൽ നിന്ന് അദ്ദേഹം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. I brought him to our church. I translated for him. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സഭയിൽ കൊണ്ടുവന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പരിഭാഷപ്പെടുത്തി. When we walked in, accidentally I stepped on his foot. ഞാൻ അറിയാതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഞാനൊന്ന് ചവിട്ടി. And I turned, I wanted to say sorry, and he said sorry to me. ഞാൻ അദ്ദേഹത്തിനോട് തിരിഞ്ഞ് സോറി പറയാൻ നോക്കിയപ്പോൾ അദ്ദേഹം എന്നോട് സോറി പറയുകയാണ്. I stepped on his foot. ഞാൻ അദ്ദേഹത്തിന്റെ കാലിൽ ചവിട്ടി. Why does he ask me sorry? അദ്ദേഹം എന്തിനു വേണ്ടി എന്നോട് ക്ഷമ ചോദിക്കുന്നത്? So the Holy Spirit told me, ask him. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ അദ്ദേഹത്തിനോട് ചോദിക്കുക. It's not normal, no. He doesn't need to say sorry. Why? അദ്ദേഹം ക്ഷമ പറയേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം പറഞ്ഞത്? And he told me, അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, we need the presence of the Holy Spirit. നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. We need the Holy Spirit to be happy here. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ, നമ്മുടെ ഈ സ്ഥലത്ത് സന്തോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. If anyone is hurt or offended, the Holy Spirit will not feel that freedom. ആമേൻ. ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേദന അനുഭവിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചലിക്കുവാൻ കഴിയത്തില്ല. He is the one who knows all the hearts, no? നമ്മുടെ ഹൃദയത്തെ അറിയുന്നത് പരിശുദ്ധാത്മാവല്ലയോ? He is the one who knows the deep things of the heart of God even. നമ്മുടെ ഹൃദയത്തിന്റെ മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെയും രഹസ്യങ്ങളെയും അറിയുന്നത് പരിശുദ്ധാത്മാവാണ്. He is the one who searches our hearts. നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. So he knows if there's
any hurt, any bitterness, any anger, any unforgiveness, anything in us. ഏതെങ്കിലും രീതിയിലുള്ള നിരാശകളോ അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളോ കയ്പിന്റെ അനുഭവങ്ങളോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് അതിനെ ശോധന ചെയ്യുവാൻ കഴിയും. And he will feel grieved. അതുകൊണ്ട് നമുക്ക് നമ്മിൽ അവൻ ദുഃഖിക്കുവാനിടയാകും. That's why Paul says, do not grieve the Holy Spirit. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. That's why Catherine Kuhlman, you remember, no? കാതറിൻ കുൽമാൻ അഭിഷിക്തയെ നിങ്ങൾക്ക് അറിയാമല്ലോ. Her number one thing was, please don't grieve the Holy Spirit. He is all I have. ആ സഹോദരി എപ്പോഴും ഇപ്രകാരം വിളിച്ചു പറയാറുണ്ട്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, ഇത് മാത്രമാണ് എനിക്കുള്ളത്. In Ephesians chapter 4 you can see, എഫെസ്യർക്കെഴുതിയ ലേഖനം 4:30 വചനം പറയുന്നു, do not grieve the Holy Spirit. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. And all the scriptures around talk about anger and clamor and shouting and words and hurting one another like that. അതിന് മുമ്പും പിമ്പുമുള്ള വാക്കുകളെല്ലാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്, കുറ്റം പറയുന്നത്, ദേഷ്യപ്പെടുന്നതിനെ പറ്റിയെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ Hate it. അതിനെ വെറുക്കണമെന്ന് വചനം Any പറയുന്നു. kind of disunity, hate it. ആ ഐക്യതയില്ലാത്ത അനൈക്യതയുടെ മേഖലകളെ വെറുക്കണമെന്ന് ദൈവാത്മാവ് പറയുന്നു. Sometimes you might have to fight to come to unity. നമ്മൾ ചില സമയത്ത് ഐക്യത കൊണ്ടുവരുവാൻ പോരാടേണ്ടി വരാം. Okay, fight. ആമേൻ. അതിന് പോരാടുക, But always with the goal of coming to unity. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം ഇതാകണം, ഐക്യതയിലേക്ക് വരിക എന്നുള്ളത്. Never fight with the goal of I must be right. I have to prove that I'm right. Never do. ഞാനാണ് സത്യം, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യരുത്. You know, some people, especially we ladies, we are good in that. നമ്മൾ സഹോദരിമാർ പല കാര്യത്തിലും അതിൽ നല്ലത് ചെയ്യുന്നവരാണ്. We will say, okay. ഞാൻ പറയും ഓക്കെ, Okay. കുഴപ്പമില്ല എന്ന്. If you say, okay. നിങ്ങൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം. Your wife does that? നിങ്ങളുടെ ഭാര്യ അങ്ങനെ ചെയ്യാറുണ്ടോ? Does she show her face like I can show? ഞാൻ കാണിക്കുന്ന പോലത്തെ ഫേസ് കാണിക്കാറുണ്ടോ? We say we show the cold shoulder. No, we show the cold shoulder. ഞാൻ എൻ്റെ തണുത്ത എൻ്റെ തോൾ കാണിക്കുന്നു എന്നുള്ള അനുഭവത്തിൽ മനോഭാവം കാണിക്കുന്നുണ്ടോ? Okay, I will obey. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അനുസരിക്കാം എന്ന് പറയാറുണ്ടോ? On the inside, എന്നാൽ ഹൃദയത്തിന്റെ അകത്ത് there's a volcano. അതിനകത്ത് ഒരു വേദന. Vedana, volcano, young explosion. ഒരു പൊട്ടിത്തെറിക്കുന്ന അനുഭവം. Volcano. And it's bubbling inside. You know, the lava, the magma, everything is moving inside. ഒരു അഗ്നിപർവ്വതം അകത്ത് മൂവ് ചെയ്യുന്നുണ്ട്, അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. The grumbling is happening inside. അവിടെ ഞരങ്ങുന്ന അനുഭവം അകത്തുണ്ട്. But she's very polite and very obedient. എന്നാൽ പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല അനുസരണയുണ്ട്. But don't come too near to me. എൻ്റെ അടുത്തേക്ക് വരണ്ട. And then one small thing happens. എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം സംഭവിച്ചു പിന്നെ കടിച്ച് കീറുന്ന പോലെയാണ്. The ladies can also do that, not only the gents. I know that. സഹോദരന്മാർ മാത്രമല്ല സഹോദരിമാരും അങ്ങനെ ചെയ്യാം. See, she didn't fight for the unity. അവിടെ നമുക്ക് കാണുവാനായി ഐക്യതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയല്ല, അല്ലെങ്കിൽ പോരാടുകയല്ല. No, she just said, okay, whatever you say I will do. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുകയാണ്. Don't do that. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. Say that you have a different opinion. നിങ്ങൾക്ക് പറയാം, എനിക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ തീരുമാനമാണ് ഉള്ളത്. Pray directly. Sometimes, you know, I take my hubby's hand, I say, no devil, you will not come in between. We are in unity in the name of Jesus. ഞാൻ ചില സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ കയ്യെ പിടിച്ചിട്ട് ഞാൻ പറയും, പിശാചേ, ഞങ്ങളുടെ ഇടയിൽ അനൈക്യത കൊണ്ടുവരാൻ നിനക്ക് പറ്റത്തില്ലെന്ന് എന്തു പറഞ്ഞാലും ഞങ്ങൾ ഐക്യതയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ്. Amen. You have to fight against disunity. The devil is the one who tries to divide you, separate you. അനൈക്യതയ്ക്ക് വിരോധമായി നിർബന്ധമായി നമ്മൾ പോരാടണം. കാരണം പിശാചാണ് അത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. When we were in Kerala now for this Esther Rice meeting, കഴിഞ്ഞ എസ്തർ റൈസ് മീറ്റിംഗിൽ ഞാൻ കേരളയിൽ പോയ സമയത്ത് I always like to talk to the people and find out how they feel, how they are. No? ഞാൻ എപ്പോഴും എൻ്റെ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളോട് സംസാരിച്ച് എങ്ങനെ നിങ്ങൾ ഇതിനെ അനുഭവിക്കുന്നു, എങ്ങനെയുണ്ട് ഈ മീറ്റിങ്ങുകളെ പറ്റി എന്ന് ഞാൻ വ്യക്തിപരമായി ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. In the hotel there was a young man in the pool area and I asked him, are you married? Do you have children? ഞാൻ ആ സ്ഥലത്ത് പോയി, ഞാൻ താമസിച്ച ഹോട്ടലിൽ ആ പൂൾ ഏരിയയിൽ ഒരു വ്യക്തിയെ കണ്ടു. അവനോട് ചോദിച്ചു, നീ എവിടെയാ താമസിക്കുന്നത്, നീ വിവാഹം കഴിച്ച വ്യക്തിയാണോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ വിവാഹം കഴിച്ചില്ല. He was 28. അദ്ദേഹത്തിന് 28 വയസ്സുണ്ട്. He should be father of 2 children minimum. 28 വയസ്സെന്ന് പറയുമ്പോൾ മിനിമം 2 കുഞ്ഞുങ്ങളുടെ പിതാവ് ആകേണ്ട സമയമായി. Actually, you know what I remembered now today? അപ്പോഴാ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ അത് ഓർക്കുകയാണ്. I came to India for the first time in 1998. 1998 ഞാൻ ഇന്ത്യയിലേക്ക് ആദ്യം വന്നപ്പോൾ 1998
1998 July, the first time. ജൂലൈ മാസമാണ് ഞാൻ ആദ്യമായിട്ട് And വന്നത്. from that I kept coming. അതിനുശേഷം ഞാൻ ഇന്ത്യയിൽ അധികമായി വരാൻ തുടങ്ങി. I was in India 12 times before I even met my husband. ഞാൻ എൻ്റെ ഭർത്താവിനെ കാണുന്നതിന് മുമ്പ് 12 പ്രാവശ്യം ഇന്ത്യയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുണ്ട്. I have sowed much of my life into India. എൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി വിതച്ച വ്യക്തിയാണ്. I was afraid to come the first time. ഞാൻ ആദ്യം ഇന്ത്യയിലേക്ക് വരുവാൻ ഇഷ്ടപ്പെട്ടില്ല, ഭയമുണ്ടായിരുന്നു. But I fell in love the very first time. പക്ഷെ ഞാൻ ആദ്യം തന്നെ ഇന്ത്യയോട് സ്നേഹത്തിലായി. There's a scripture in Acts 17. അപ്പോസ്തലപ്പെടുത്തൽ പുസ്തകം 17-ാം അധ്യായത്തിൽ Paul in Athens. ആമേൻ. പൗലോസ് In Athens, in the city. ആമേൻ. Athens, Greece, the city. Athens, something. അദോനിയല്ലേ? അല്ല, ഏതനായിരുന്നു? Athena. Athena. And he says, I see that you are very much religious. You have so many temples. You worship so many gods. There's even one temple to the unknown God. ആമേൻ. അദ്ദേഹം അപ്പോസ്തലൻ പൗലോസ് അഥേനയിൽ പോയ സമയത്ത് അദ്ദേഹം പറയുന്നു, വളരെ മനോഹരമായ ആലയങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, വ്യത്യസ്തമായ രീതിയിൽ പേരില്ലാത്ത അനേക ദേവന്മാരെ നിങ്ങൾ ആരാധിക്കുന്നവരാണ്. You don't know. You made a temple for the one who don't know. നിങ്ങൾക്ക് അറിയാത്ത വ്യക്തിക്ക്, അജ്ഞാത ദേവന്മാർക്ക് വേണ്ടി നിങ്ങൾ ആലയങ്ങൾ പണിയുന്നവരാണ്. This is the God I come to teach you. എന്നാൽ ഞാൻ പറയാൻ വന്നത് ഈ ദൈവത്തെ കുറിച്ചാണ്. When I read that, I cried and cried and cried and cried. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ കരയുവാനായി തുടങ്ങി. So that scripture was my main calling for India. ഇന്ത്യക്ക് വേണ്ടിയുള്ള എൻ്റെ വിളി ആ വചനമായ അടിസ്ഥാനത്തിലായിരുന്നു. God loving, God seeking people, God honoring people. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവജനത്തെ ദൈവം അന്വേഷിക്കുന്നു. But there's an unknown God. അജ്ഞാതനായ ദൈവം. Who has created everything and who has brought salvation. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം സകലത്തെ ഉരുവാക്കിയെടുത്തു. So many times I had come to India already, crying for India. ഞാൻ ഇന്ത്യയിൽ അനേക പ്രാവശ്യം കടന്നു വന്ന് ഇന്ത്യക്ക് വേണ്ടി ഞാൻ കരയുവാൻ തുടങ്ങി. And in that time they had one slogan written, one word written on all the lorries. ഞാൻ അപ്പോൾ ഈ ലോറികളിൽ, ട്രക്കുകളിൽ ഒരു സ്ലോഗൻ എഴുതിയിരിക്കുന്നത് കണ്ടു. We two, ours one. ആമേൻ. നമ്മൾ രണ്ട്, നമുക്കൊന്ന്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? We two, ours എന്നുള്ള one. എഴുത്ത് ചില വാഹനങ്ങൾ ലോറിയിലൊക്കെ എഴുതി വെക്കാറുണ്ട്. What does it mean? അതിന്റെ അർത്ഥം എന്തുവാ? And then somebody explained to me. ഒരു വ്യക്തി എനിക്ക് അതിനെ മനസ്സിലാക്കി തന്നു. They tried to lower the population. അവിടെ ജനസംഖ്യയെ ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വിളംബരങ്ങൾ കണ്ടു, പ്രഖ്യാപനങ്ങൾ കണ്ടു. Tell the people you should only have one child, maximum 2. ജനത്തിന് ഇങ്ങനെ പഠിച്ചു പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കുഞ്ഞേ പാടുള്ളൂ, മാക്സിമം 2 കുഞ്ഞുങ്ങൾ മാത്രം. Why you want to obey that? എന്തിനാ നിങ്ങൾ അത് അനുസരിക്കാൻ പോകുന്നത്? See, now wherever I come, ഇപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോൾ most families show me 2 children. അധികമായ കുടുംബങ്ങളെല്ലാം മാക്സിമം 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ കുടുംബങ്ങളിൽ. Can I tell you are not biblical? നിങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിലല്ല ജീവിക്കുന്നതെന്ന് പറയട്ടെ. You are not biblical. നിങ്ങളുടെ ജീവിതം വേദപുസ്തക അടിസ്ഥാനത്തിലല്ല. Because my Bible says in the very, very, very beginning you should be fruitful and multiply. എൻ്റെ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വർദ്ധിച്ച് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക എന്നാണ്. So 2 people when they multiply, how many minimum? 4. Minimum 4, huh? 2 പേര് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് മിനിമം 4 കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടാകണം. Minimum 4 children. മിനിമം 4 കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടാകണം. Very good. Very good. Very good. Even some of the ladies are clapping. Even some, huh? They receive the prophecy. Very good. Even some ladies are clapping. You know what happened in Singapore? I just explained that in Singapore. ഞാൻ ഇതിനെ സിംഗപ്പൂരിൽ ഇതിനെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ, and there was one family that had 3 children. ഒരു കുടുംബത്തിൽ 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. And the husband was so excited. അവിടുത്തെ ഭർത്താവിന് ഭയങ്കര സന്തോഷം, ആവേശം. Yes, we should have 4. അദ്ദേഹം കൈയുയർത്തി പറഞ്ഞു, അതെ ഞങ്ങൾക്ക് 4 വേണം എന്ന്. You know what his wife said? Don't even come near me. ഭാര്യ പറഞ്ഞു, എന്റെ അടുത്ത് വന്നു പോരുത്. In India, at least you can get some help, no? In Singapore, you have to do everything by yourself. നമുക്ക് സിംഗപ്പൂരിന്റെ ഒരു പ്രത്യേകത, വേറെ ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകത്തില്ല ഒരു കാര്യത്തിലും. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. And we came to their house. ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. And I understood the wife. എനിക്ക് ആ സഹോദരിയെ, ഭാര്യയെ മനസ്സിലായി. The girl was polite. The girl was nice. സഹോദരി നല്ലതാണ്. But there were 2, the girl, the daughter. ഒരു മകളുണ്ട്, അവള് നല്ലതാണ്. Good. But there were 2 boys in this size. അതിനുശേഷം 2 കുഞ്ഞു മക്കളുണ്ട്, ആൺമക്കളുണ്ട്. Running around, screaming, shouting, running around, and the mother didn't even notice it. She didn't even hear it. She was so used. മക്കളെ, ആ 2 ആൺമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അമ്മ ശ്രദ്ധിക്കുന്ന പോലുള്ള കാര്യം അവയ്ക്ക് അത് പരിചയമായി തീർന്നു. Typical
little boy is very healthy. മകൻ നല്ല ഹെൽത്തി ആരോഗ്യവാനാണ്. But they had to be inside. എന്നാൽ വീട്ടിനകത്തായിരിക്കണം. And inside they had to play. വീട്ടിനകത്ത് ആൺമക്കൾ കളിക്കണം, പുറത്തിറങ്ങാനുള്ള സാഹചര്യമില്ല. If you want to be biblical, വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവിക്കണമെങ്കിൽ come back to India, your children can play outside. നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വാ, നിങ്ങളുടെ മക്കൾക്ക് പുറത്ത് കളിക്കാൻ പറ്റും. Hallelujah. See, we should be as biblical as possible, no? Amen. നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവിക്കണം. The Holy Spirit loves unity. പരിശുദ്ധാത്മാവ് ഐക്യത ഇഷ്ടപ്പെടുകയാണ്. God loves people. ദൈവം ജനത്തെ സ്നേഹിക്കുന്നു. The devil came to steal, kill, destroy. Amen. വചനം പറഞ്ഞിരിക്കുന്നു, പിശാച് വന്നത് അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനുമാണ്. The devil wants to destroy families. നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. That 20-year-old boy in Kerala, he told me, I don't want to marry. 28 വയസ്സുള്ള ആ സഹോദരൻ കേരളത്തിൽ ഞാൻ കണ്ട വ്യക്തി എന്നോട് പറയും, എനിക്ക് കല്യാണം കഴിക്കണ്ട. I said, why? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? He said, all my friends married, everybody is divorced. അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെയുള്ള വ്യക്തികൾ, എന്റെ കൂട്ടുകാരെല്ലാവരും വിവാഹം കഴിച്ചു, പക്ഷെ അവർ വിവാഹമോചിതരായി. Are you aware what's going on in Kerala now? നമുക്കറിയാമോ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? Actually, I think we didn't bring them. I have written books. Like, how many of you came to the conference? കോൺഫറൻസിൽ ഇവിടെ നിന്ന് വന്നവരൊന്ന് കൈ ഉയർത്തിയ. They have more than 40 people. Wonderful. Very good. Very good. You enjoyed? Yes. Okay. Those who didn't come, why? എന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ പറ്റാത്ത വ്യക്തികൾ എന്തുകൊണ്ടാണ് വരാത്തത്? Look at those who came. അവർ വന്നവരുടെ ആവേശം നിങ്ങൾ കണ്ടില്ലയോ? And become jealous. നിങ്ങൾ അസൂയുള്ളവരായിരിക്കുക. That's a kind of jealousy I will allow you. ഞാൻ നിങ്ങൾക്ക് അനുവദിക്കുന്ന ആ ഒരു അസൂയ അങ്ങനെയുള്ള അസൂയയാണ്. Because we have to challenge one another, no, to love and to good works. Amen. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വെല്ലുവിളികൾ നൽകണം. So you go to them and say, hey, what did you learn? You look shining. What happened in your life? വരാത്ത വ്യക്തികൾ വന്നവരോട് പോയി ചോദിക്കണം, നിങ്ങളെ കാണാൻ നല്ല വ്യത്യാസമുണ്ടല്ലോ, ഭയങ്കര ഷൈനിങ് ആണല്ലോ, എന്താ പഠിച്ചത് നിങ്ങൾ അവിടെ പോയി? How many of you received the difference there? ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു വ്യത്യസ്തത കണ്ടവരെന്ന് കൈയർത്തി. You got a new presence, you got a breakthrough. Hallelujah. പുതിയൊരു ബ്രേക്ക് ത്രൂ, പുതിയ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി അനുഭവിച്ചവർ. ആമേൻ. But the Holy Spirit is always in us, always with us, so we can say, Jesus, I missed it, but I want it also. Give it to me, give it to me, give it to me. കുഴപ്പമില്ല, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട്, നിങ്ങളിലൂടെ ചലിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ആഗ്രഹിക്കാൻ, ചോദിക്കാൻ, കർത്താവേ എനിക്ക് ഇനിയും നൽകണമേ, എന്റെ മേൽ ഇനിയും ദൈവശക്തി പകരണമേ. I left my hubby in the hotel because he's taking voice rest. എന്റെ ഭർത്താവിനെ ഞാൻ ഹോട്ടലിലാക്കിയിട്ടാണ് വന്നത്. കാര്യം അദ്ദേഹത്തിന് വോയിസിന് പ്രയാസം ഉള്ളതുകൊണ്ട് വോയിസ് റെസ്റ്റ് എടുക്കുവാണ്. I prayed, Lord, let him have his own personal Pentecost right here. Amen. ഞാൻ എന്ത് പ്രാർത്ഥിച്ചെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ അനുഭവം അല്ലെങ്കിൽ പെന്തിക്കോസ്ത് അനുഭവം ഇന്ന് പകലിൽ അതിശക്തമായി ഇവിടെ ഉണ്ടാകാനായി ഞാൻ പ്രാർത്ഥിച്ചു. Hallelujah, hallelujah, hallelujah. Let him enjoy that presence of God right there in the hotel. Amen. ഞാൻ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന പെന്തിക്കോസ്ത് അനുഭവം അദ്ദേഹവും ഹോട്ടലിൽ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. Hallelujah. Amen. The devil hates unity. Amen. കാരണം പിശാചിന് ഐക്യതയെ വെറുപ്പാണ്. The horrible amount of divorce nowadays. Amen. ഇപ്പോൾ സംഭവിക്കുന്ന അനേകമായിട്ടുള്ള വിവാഹമോചനങ്ങളാണ്. You need to pray against it. നിങ്ങൾ അതിനുവേണ്ടി അതിനെ എതിർത്ത് പ്രാർത്ഥിക്കണം. You need to protect your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. What we have seen in our ministry, Amen. വ്യക്തികൾ ഞങ്ങളുടെ ശുശ്രൂഷകളെ കാണുമ്പോൾ even many of our leaders were so happy to send their children abroad. Amen. ഞങ്ങളുടെ ലീഡേഴ്സ് പോലും അവരുടെ കുഞ്ഞുങ്ങളെ ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കുവാൻ അവർക്ക് ഇഷ്ടമാണ് ഇപ്പോൾ. Into the Western culture. കാരണം Western culture. Amen. വെസ്റ്റേൺ കൾച്ചർ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. You know, in that time, Indian families were very united, very beautiful. Divorce, even the words didn't exist. Amen. വെസ്റ്റേൺ കൾച്ചർ ഭാരതത്തിൽ വരുന്നതിന് മുമ്പ് വിവാഹമോചനങ്ങൾ ഒരു അല്പം പോലും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. I loved India. ഞാൻ ഇന്ത്യ ഒരുപാട് സ്നേഹിച്ചതാണ്. The family unity. കുടുംബങ്ങളുടെ ഐക്യത ഞാൻ കണ്ടുപഠിച്ചതാണ്. Protection of the children. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന രീതികൾ കണ്ടതാണ്. The love and the yes, you have problems of course. Iron sharpens iron, that's normal. Amen. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു എന്നുള്ളത് വേദപുസ്തക അടിസ്ഥാനമാണ്. ഞാൻ അത് കണ്ടിട്ടുണ്ട്. But the children could grow up very straight and healthy because the family was united. കുടുംബങ്ങൾ ഐക്യതയിൽ ജീവിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ വളരെ സംരക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ അവർ വളരാറുണ്ട്. Nowadays, പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? by the media, the devil has brought all these
this Western junk. വ്യത്യസ്തമായ മാധ്യമങ്ങളിൽ കൂടെ വെസ്റ്റേൺ കൾച്ചറിനെ ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവന്നു. Fight against it. Amen. അതിനെതിരെ നമ്മൾ പോരാടണം. The children of our leaders that were studying abroad, working abroad. Amen. ഭാരതത്തിന് പുറത്ത് പഠിക്കുന്ന ഞങ്ങളുടെ ലീഡേഴ്സിന്റെ കുഞ്ഞുങ്ങൾ, many of them suddenly divorce. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അനേകം കുഞ്ഞുങ്ങൾ വിവാഹമോചിതരായി തീർന്നു. Because it's in the spiritual realm and it's in the culture, the media, they bombard you with it's normal to divorce. ഇന്നത് കാണുന്ന കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ മാധ്യമങ്ങൾ മുഖാന്തരം അതിന്റെ ഇടപെടലുകൾ നമ്മുടെ ചിന്താഗതികളെയും വ്യക്തിപരമായ ജീവിതത്തെ ഭയങ്കരമായി സ്വാധീനിക്കുകയാണ്. The Holy Spirit came when everyone was in unity, in one accord. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്ന അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വന്നു. You need to fight for that unity. നമ്മൾ ഐക്യതയ്ക്ക് വേണ്ടി പോരാടണം. Don't allow the devil to come in between you. നിങ്ങളുടെ ഇടയിലേക്ക് പിശാച് നുഴഞ്ഞു കയറാൻ അനുവദിക്കരുത്. Amen. Amen. In your business. Amen. നിങ്ങളുടെ വ്യവസായത്തിലാകാം. When you see just a little bit of seed of somebody is sowing some disunity, ഏതെങ്കിലും രീതിയിൽ അനൈക്യതയുടെ വിത്തുകൾ ആരെങ്കിലും വിതയ്ക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ, take it very serious. Amen. അതിനെ വളരെ ശ്രദ്ധാപൂർവം എടുക്കുക, ശ്രദ്ധിക്കണം. Call that person to your office. ആ വ്യക്തിയെ ഓഫീസിലേക്ക് വിളിപ്പിക്കണം. Find out what's going on. എന്തുവാണ് ആവശ്യം, എന്താണ് കാര്യമെന്ന് ചോദിച്ചറിയുക. Solve it. എന്നിട്ട് അതിനെ ശരിയാക്കുക. If you cannot solve it, നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, you warn that person one or two times. ആ വ്യക്തിയെ പല പ്രാവശ്യം നിങ്ങൾ മുന്നറിയിപ്പുകൾ നൽകണം. See, you are sowing disunity. നിങ്ങൾ താക്കീത് നൽകി ഇപ്രകാരം പറഞ്ഞ നിങ്ങൾ അനൈക്യതയുടെ വിത്തുകൾ വിതയ്ക്കുകയാണ്. A house divided cannot stand. വിഭജിക്കപ്പെട്ട ഭവനം ഒരുമിച്ച് നിൽക്കുവാൻ കഴിയത്തില്ല. Company divided cannot stand. കമ്പനികൾ വിഭജിക്കപ്പെട്ടാൽ ഒരുമിച്ച് നിൽക്കുവാൻ കഴിയത്തില്ല. I don't want any disunity here. അതുകൊണ്ട് എന്റെ കമ്പനിയിൽ ഡിസ്യൂണിറ്റി ഞാൻ അനുവദിക്കുന്നില്ല. If he keeps sowing disunity, kick that person out. ആ വ്യക്തി വീണ്ടും അനൈക്യതയുടെ വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കുക. No other go. അതിന് ഒരു ദാക്ഷിണ്യം ഉണ്ടാകരുത്. Of course, before that you try to talk about your different opinions. പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകി താക്കീതുകൾ നൽകുക. Could be that person has a very good idea, a very good strategy. ഒരുപക്ഷെ അദ്ദേഹത്തിന് നല്ല സ്ട്രാറ്റജിയും ഐഡിയാസ് ഉള്ള വ്യക്തിയാകാം. But he couldn't reach you. എന്നാൽ അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ, he placed the Absalom underground. അപ്പോൾ അബ്സലോമിന്റെ സ്വഭാവം പിൻഭാഗത്തിൽ അല്ലെങ്കിൽ രഹസ്യമായിട്ട് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹത്തെ വിളിക്കുക. Sir, I hear that you are talking something in the company. Explain to me what is your opinion. നിങ്ങളുടെ കമ്പനിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഞാൻ അറിയുന്നു, എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് ചോദിക്കുക. Maybe you can come together. Maybe his idea is good. Maybe your company can grow. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകൾ നല്ലതായിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചാൽ തീരുന്ന കാര്യമാകാം. Maybe you have to kick him out. ഇല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കേണ്ടിയുള്ള കാര്യമാകാം. In a family, നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, you cannot kick out your spouse. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭർത്താവിനെ ഭാര്യയെ ചവിട്ടി പുറത്താക്കാൻ പറ്റില്ല. So you have to fight until you can come to unity. അതുകൊണ്ട് ഐക്യതയിലേക്ക് വരും വരയ്ക്കും പ്രാർത്ഥിച്ചു പോരാടുക. Amen. Amen. Until you come to unity, fight. Amen. പ്രാർത്ഥിച്ച് പോരാടണം ഐക്യതയിലേക്ക്. Okay. I am a German, my husband is Indian. ഞാൻ ജർമ്മൻകാരിയാണ്, എൻ്റെ ഭർത്താവ് ഇന്ത്യക്കാരനാണ്. He comes from a family with 9 children. I am the only child. ഞാൻ എൻ്റെ മാതാവിന് പിതാവിന് ഒരൊറ്റ മകളാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായി 9 പേരുണ്ട്. 9 പേരടങ്ങുന്ന കുടുംബമാണ്. He was the spiritual leader even over his parents. തന്റെ മാതാപിതാക്കൾക്ക് പോലും താൻ ഒരു ആത്മീയ പിതാവിനെ പോലെയായിരുന്നു. He prayerfully selected all the husbands for his 7 sisters. തന്റെ കൂടെയുള്ള 7 സഹോദരിമാർക്കും പ്രാർത്ഥനാപൂർവ്വം താൻ ഭർത്താക്കന്മാരെ കണ്ടുപിടിച്ചു. The Western world doesn't know obedience. എന്നാൽ വെസ്റ്റേൺ ലോകത്തിൽ അങ്ങനെയുള്ള അനുസരണത്തെ നമ്മൾ പാലിക്കുന്നവരായിരുന്നില്ല. They don't know submission. അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്, കീഴടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. You know how the way toward divorce started? നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാണ് വിവാഹമോചനം എന്ന ഒരു പ്രക്രിയ ഉണ്ടായതെന്ന്? It started by Western companies coming here. വെസ്റ്റേൺ കമ്പനിയിൽ നിന്ന് Western companies coming here. Amen. വെസ്റ്റേൺ രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ അനുഭവങ്ങൾ ഉണ്ടായത്. And they demanded that the workers call the boss by first name. Amen. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയുമ്പോൾ ബോസിനെ പോലും മേലധികാരികൾ പോലും ആദ്യമായി പേര് വിളിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് ആരംഭിക്കാനിടയായത്. I came in that time. ഞാൻ ആ സമയത്താണ് ഇന്ത്യയിലേക്ക് വന്നത്. Young people were so much struggling. They wanted to say sir, they wanted to say madam.
യുവജനങ്ങളൊക്കെ സർ മാഡം എന്ന് അഭിസംബോധന ചെയ്ത് വിളിക്കും. They wanted to keep that authority structure. ആ അതോറിറ്റി തന്റെ മേലുള്ള മേലധികാരികൾക്ക് ബഹുമാനിച്ച് അവർ ജീവിക്കും. But these Westerners became upset. Call me by name. What, sir? Call me by name. എന്നാൽ വെസ്റ്റേൺ കൾച്ചർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് വന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ സാർ മാഡം എന്നൊക്കെ വിളിക്കുന്നത്, എന്നെ പേര് പറഞ്ഞു വിളിക്കുക. They destroyed this authority structure. ആ ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തിന്റെ ചിന്തകളെ പൊളിച്ചു കളയുന്നത് അവിടെയാണ്. Matthew chapter 8, the Lord told me long ago. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ The Roman centurion, he said, I'm a man, Roman centurion, I'm a man under authority. സെഞ്ചൂരിയൻ ശതാധിപൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ അധികാരത്തിന് കീഴുള്ളവനാണ്. I am a man under authority. ഞാൻ അധികാരത്തിന് കീഴിൽ ഉള്ളവൻ വ്യക്തിയാണ്. And I have soldiers under me. എന്റെ കീഴിലും സൈനികർ അല്ലെങ്കിൽ സേവകർ ജോലി ചെയ്യുന്നു. Because I obey, ഞാൻ അനുസരിക്കുന്നത് കൊണ്ട് they obey. അവരും അനുസരിക്കുന്നു. In the spiritual world, ഈ ആത്മീയ ലോകത്ത് when you are under authority, of course, number one, authority of God, ഒന്നാമതായി ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിൽ, and then under some spiritual leadership, some spiritual authority, ചില ആത്മീയ അധികാരങ്ങൾക്ക് കീഴിൽ, then you also will have authority. അതിന് മാത്രമല്ല നമ്മളും അധികാരത്തിന്റെ മേലിലാണ്. ചില അധികാരങ്ങൾ നമ്മുടെ കീഴിലുണ്ട്. The demons will obey. The demons have to go. നിങ്ങൾ പറയുമ്പോൾ പിശാചുകൾ പുറത്തു പോകണം, പിശാചുകൾ നിങ്ങൾ അനുസരിക്കണം. Through that Western culture, എന്നാൽ വെസ്റ്റേൺ കൾച്ചർ വന്നതിന് ശേഷം the devil destroyed this authority. ഈ അധികാരത്തിന്റെ മേഖലകളെ പിശാച് പൊളിച്ചു കളയാൻ തുടങ്ങി. And the girls working in these IT companies, നമുക്കറിയാം സഹോദരിമാര് IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, their boss they had to call you by just me, not Ningal but me. In Malayalam also, me Ningal like that. No, they had to call me and by first name. ആ ബഹുമാനത്തെ നഷ്ടപ്പെടുത്തി നീ നിങ്ങൾ എന്നെല്ലാം വിളിക്കുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടായല്ലോ. It destroyed their respect even toward their husbands. Amen. അത് മുഖാന്തരം ഭർത്താക്കന്മാരോട് പോലുമുള്ള ആ ഭയഭക്തി നഷ്ടപ്പെട്ടു. What I call my boss by first name. Who are you, husband, to demand that I treat you higher? എന്റെ മേലെയുള്ള ബോസിനെ പോലും ഞാൻ പേര് പറഞ്ഞാ വിളിക്കുന്നത്. അപ്പോൾ എന്റെ മേലുള്ള ഭർത്താവിനെ ഞാൻ എന്തിനെ അനുസരിക്കണം? That was the beginning of the destruction of the families. അവിടെയാണ് കുടുംബങ്ങൾ തകരുവാൻ ആരംഭിച്ചത്. You need to fight for that unity. നമ്മൾ ഐക്യതയ്ക്ക് വേണ്ടി പോരാടണം. The Holy Spirit wants to come into our whole life. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും പരിശുദ്ധാത്മാവ് കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നു. Into every relationship. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളിലും He wants to do signs, wonders, miracles. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. He wants to show us the things to come. നമ്മുടെ ജീവിതത്തിൽ വരുവാൻ അല്ലെങ്കിൽ നടക്കുവാനുള്ള കാര്യങ്ങൾ പറയണമെന്ന് ദൈവം മുന്നമേ അറിയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ സത്യത്തിലും നടത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. He wants to work. കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുവാനായി ആഗ്രഹിക്കുന്നു. He came when all were together in one accord. വചനം പറഞ്ഞിരിക്കുന്നു, അവരെല്ലാവരും ഒരുമിച്ച് ഐകമത്യപ്പെട്ട് കൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. See, sometimes we keep things in our heart. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കാറുണ്ട്. And we say, okay, he's like that, we have to settle. She's like that, settle. നമ്മൾ തന്നെ തൃപ്തരാകാറുണ്ട്. കുഴപ്പമില്ല, അവൻ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ ആയിരിക്കും, അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. And we allow our love to grow cold. Amen. അത് മുഖാന്തരം നമുക്ക് അവരോടുള്ള സ്നേഹത്തെ തണുത്തു പോകുന്ന അനുഭവങ്ങൾ കാണുന്നു. My hubby told me many times, don't make me a Western husband. എൻ്റെ ഭർത്താവ് എന്നോട് പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു വെസ്റ്റേൺ ഹസ്ബൻഡായിട്ട് നീ കാണരുത്. I said, please never become a Western husband. Please, I don't want a Western husband. ഞാൻ ഇങ്ങനെ തിരിച്ചും പറയാറുണ്ട്, ഒരിക്കലും വെസ്റ്റേൺ ഹസ്ബൻഡ് ആകരുത് എന്ന്, വെസ്റ്റേൺ രാജ്യത്തിലുള്ള ഒരു ഹസ്ബൻഡ് ആകരുതെന്ന് ഞാൻ പറയും. എനിക്ക് അങ്ങനത്തെ വേണ്ട. What did he mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? A Western husband ഒരു വെസ്റ്റേൺ രാജ്യത്തിലുള്ള ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഭാര്യയിൽ നിന്ന് ഒരു അകലം വെക്കും. He will not get upset when the wife doesn't eat. My husband gets upset. അവിടുത്തെ ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഭാര്യ ഫുഡ് കഴിച്ചില്ലെങ്കിൽ തന്റെ ഹൃദയം വേദനിക്കത്തില്ല. പക്ഷെ എന്റെ ഭർത്താവ് അങ്ങനെയല്ല, ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ വേദനിക്കും. He will not bother if the wife wants to go swimming at 10 o'clock in the night. രാത്രി 10 മണിക്ക് ഭാര്യയ്ക്ക് സ്വിമ്മിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഹസ്ബൻഡ് അതിനെ കാര്യമാക്കത്തില്ല, ചെയ്തോളാൻ പറയും. Okay, go. പൊക്കോളാൻ പറയും. My husband thinks every snake on the planet is only waiting for me to come out in the night. എൻ്റെ ഭർത്താവ് എൻ്റെ ക്യാമ്പസിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ പാമ്പുകളും സർപ്പങ്ങളും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അങ്ങനെ പോകാൻ അനുവദിക്കത്തില്ല. Not only in the campus, in the whole world. Whole world. ക്യാമ്പസിൽ ഒത്തിരി പാമ്പുള്ളവരാണ് ഞാൻ പറഞ്ഞത്. Then he tells me, you know, yeah, I know somebody. Then he tells me, you know, you are so precious to me, so I have to protect you. ഞാൻ
എന്നോട് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നീ എനിക്ക് വളരെ വിലയേറിയതാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും സംരക്ഷിക്കും. If you demand from me that I don't keep that, for me it's like അത് a pressure over me. എപ്പോഴും എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ കരുതുന്നത് ഒരു പ്രഷർ എന്ന് നിനക്ക് തോന്നരുത്. Because I'm not used to. കാരണം ഇപ്പോൾ സംഭവിച്ചത് ഞാൻ അതിലങ്ങ് യൂസ്ഡ് ആയി. അങ്ങനെ എപ്പോഴും പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. The authority structure in the Western world is destroyed long എന്നാൽ വെസ്റ്റേൺ കൾച്ചർ ഈ ഒരു സ്നേഹത്തെ, ഈ ഒരു അനുഭവത്തെ, മനോഹാരിതകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. But I tell him, please. ഞാൻ അതുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് പറയും, ദയവായി keep protecting me. എന്നെ എപ്പോഴും സംരക്ഷിച്ചു വെക്കണമേ. I don't want your love to grow cold. എനിക്ക് ഒരിക്കലും എന്നോടുള്ള സ്നേഹം തണുത്തു പോകാൻ ആഗ്രഹമില്ല. You know, my husband explains to me, if you demand from me that I don't take care and protect you like that, I have to harden my heart and my love will grow cold. ഞാൻ എൻ്റെ ഭർത്താവ് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നിന്നെ ഞാൻ അങ്ങനെ സ്നേഹിച്ച് അണച്ചു വെക്കുവാൻ നീ ആഗ്രഹിക്കാതെ വന്നാൽ എൻ്റെ സ്നേഹം ചിലപ്പോൾ തണുത്തു പോകാൻ സാധ്യതയുണ്ട്. You know in how many people this has happened? നിങ്ങൾക്കറിയുമ്പോൾ എത്ര പേർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്? How many people hardened their heart and allowed the love to grow cold? നിങ്ങൾക്കറിയുമ്പോൾ എത്ര വ്യക്തികൾ അവരുടെ ഹൃദയത്തെ കഠിനമാക്കി സ്നേഹം തണുത്തു പോകാൻ അനുവദിച്ചിട്ടുണ്ടെന്ന്? It's a sign of the end times, no? The love is growing cold. അത് ഈ അന്ത്യകാലത്തിന്റെ ഒരു അടയാളമാണ്. സ്നേഹം ഇല്ലാതെയാകുന്നു, നിർജീവമായി പോകുന്നു, തണുത്തു പോകുന്നു. Jesus says it's because lawlessness abounds. ആമേൻ. വചനം പറഞ്ഞിരിക്കുകയാണ്, അനീതികൾ, നിയമലംഘികൾ അധികമായി കൂടുന്നു, വർദ്ധിക്കുന്നു. When I came here in the airport, even ഞാൻ ഈ ദുബായിൽ വന്നപ്പോൾ എയർപോർട്ടിൽ വെച്ച്, even the hotels, every advertisement, beautiful family, only 2 children but at least family. ചില ഹോട്ടലിലേക്ക് പോയപ്പോൾ അവിടെ ഇല്ല, ഇതിനുണ്ട് കുടുംബം, പക്ഷെ രണ്ട് കുഞ്ഞുങ്ങളെ പാടുള്ളൂ എന്ന്. Should be 4, but what to do? Sorry, it should be 4 children, but okay. Amen. Minimum 4 കുഞ്ഞുങ്ങളെങ്കിലും വേണം, പക്ഷെ എന്ത് ചെയ്യാം, അവരെ എഴുതി വെച്ചിരിക്കുക 2 When they get the Bible, they will see that God wants us to multiply. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, അവരെ വർദ്ധിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന്. Come to India nowadays. ഇന്ത്യയിലേക്ക് നിങ്ങൾ കടന്നു വരിക. The girls look like sexy and like rebellious and on all the advertisements, horrible. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, സ്ത്രീകൾ അവരുടെ ശരീരത്തെ വ്യത്യസ്തമായ രീതിയിൽ പ്രദർശിപ്പിച്ച് വളരെ ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. When I came to India, the girls were very shy and very sweet. ആമേൻ. ഞാൻ ഇന്ത്യയിലേക്ക് ആദ്യം കടന്നു വന്ന സമയത്ത് വളരെ ലജ്ജാവതികളായി സഹോദരിമാർ കാണപ്പെട്ടു. Now this western advertisement and all this western junk has come here. എന്നാൽ വെസ്റ്റേണിന്റെ സ്വാധീനങ്ങൾ കടന്നു വന്നതിന് ശേഷം, you know how much divorce in the western world? നമുക്ക് അറിയാമോ വെസ്റ്റേൺ രാജ്യങ്ങളിൽ എന്തുമാത്രം വിവാഹമോചനങ്ങൾ നടക്കുന്നുവെന്ന് നിങ്ങൾക്കറിയോ? You know people have 2, 3, 4 divorces. Amen. അവരുടെ ജീവിതത്തിൽ 4, 5 വിവാഹമോചനങ്ങൾ വരെ നടക്കുന്ന കുടുംബങ്ങളുണ്ട്. One child from this marriage, 2 children from that marriage, another one from this marriage. ഒരു ആദ്യത്തെ വിവാഹ ബന്ധത്തിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ, അടുത്തതിൽ നിന്ന് 1 കുട്ടി, അടുത്തതിൽ 3 കുട്ടികൾ. And then they marry somebody else who also brings some children from different marriages. അടുത്ത 4ാമത് വിവാഹം കഴിക്കുമ്പോൾ വിവാഹം കഴിക്കുന്ന വ്യക്തി അവരുടെ വിവാഹ ജീവിതത്തിൽ നിന്നും വീണ്ടും 4 പേരെ കൊണ്ടുവരും. Nowadays they don't even marry anymore. അതുകൊണ്ട് ഇപ്പം വിവാഹം കഴിക്കുന്നവരെ നിർത്തി. You know why they don't marry? എന്തുകൊണ്ടാണ് വിവാഹം നിർത്തിയെന്നറിയോ? Because divorce is too expensive. കാരണം വിവാഹമോചനം വളരെ വിലയേറിയതാണ്. What a destruction of culture. സംസ്കാരത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളൊന്ന് ചിന്തിച്ചേ. Destruction of the family is destruction of a nation. ആമേൻ. കുടുംബങ്ങളുടെ തകർച്ച രാജ്യത്തിന്റെ തകർച്ചയാണ്. You need to fight for unity. നിങ്ങൾ അതുകൊണ്ട് ഐക്യതയ്ക്ക് വേണ്ടി നിർബന്ധമായി പോരാടണം. Fight for unity. ആമേൻ. ഐക്യതയ്ക്ക് വേണ്ടി പോരാടണം. When they were all together in one accord in one place, then the Holy Spirit came. അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധാത്മാവരുടെ മേൽ കടന്നു വന്നു. And you know there's one problem. ഒരു കാര്യമുണ്ട്, ഒരു Holy Spirit is the one who knows the hearts. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ്. So he knows if we just fake the unity, നമ്മൾ അതിനെ വെറുതെ പുറമേ ഒരു വെള്ളപൂശിയ അനുഭവത്തിൽ ഐക്യത കാണിക്കുന്നവരാണോ എന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. And in our mind we say, who bothers what you talk? ആമേൻ. ഹൃദയത്തിന്റെ അകത്ത് ഇതിനാര് കാര്യമായിട്ട് എടുക്കുന്നു എന്ന് ചിന്തയുള്ളവരാകാം. You know what is that? നിങ്ങൾക്കറിയോ? That is a curse. നിങ്ങൾക്കറിയോ വേദപുസ്തകം എന്ത് പറയുന്നുവെന്ന്? അതൊരു ശാപമാണ്. One of the ways how you can curse anybody is by saying,
Who bothers what you talk? ഒരു വിധത്തിൽ എങ്ങനെ മറ്റുള്ളവരെ ശപിക്കുവാൻ കഴിയുന്നു ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് ആ വ്യക്തിയെ ഇത് ഈ പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്ന് ചിന്തിക്കുന്നത് ഒരു ശാപമായി തീരുകയാണ്. It means to make a person small. ആ വ്യക്തിയെ നമ്മെക്കാളും കുറഞ്ഞവനായി തരം താഴ്ത്തി കാണിക്കുന്നു. Insignificant. അവനെ വിലയില്ലാത്തവനായി കാണുന്നു. And if you do that in a way that other people notice, മറ്റുള്ള വ്യക്തികൾ കാണുന്ന രീതിയിൽ അപ്രകാരം നിങ്ങൾ ചെയ്താൽ it's like a murder. അവരെ കൊല്ലുന്നതിന് സമമാണ്. If you treat your husband or your wife like that, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ ആ രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, if you do that publicly, നിങ്ങൾ അതിനെ പരസ്യമായി ചെയ്യുന്ന വ്യക്തിയാകാം, everybody else will treat her or treat him like you treat. നിങ്ങളുടെ ഭർത്താവിനെയും ഭാര്യയെയും മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുവോ അതുപോലെ അവർ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. It's like a kind of murder. അതൊരു കൊലപാതകത്തിന് തുല്യമാണ്. You know why many people get so depressed? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് കുടുംബങ്ങളിൽ നിരാശകൾ തലകെട്ടുന്നെന്ന്? I have seen men, എനിക്കറിയാം, ഞാൻ അനേകം ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. very good, strong, successful in their business and everything. അവര് വ്യവസായത്തിലും ബിസിനസ്സിലൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കുന്ന ആൾക്കാരാണ്. And then they retire. എന്നാൽ അവര് ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം And the wife at home has a bitterness in her heart. വീട്ടിനകത്തുള്ള ഭാര്യയ്ക്ക് ഹൃദയത്തിനകത്ത് കയ്പിന്റെ അനുഭവമുണ്ട്. And the wife is treating him like, who are you? What do you tell me? What do you want? നിങ്ങൾക്ക് എന്താ ആവശ്യം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക എന്ന് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, I have seen such strong men suddenly. പുറത്ത് നല്ല സ്ട്രോങ് ആയിരിക്കുന്ന വ്യക്തി അവരുടെ മുമ്പാകെ ലജ്ജിക്കുന്ന ഒരു അനുഭവത്തിൽ, അങ്ങനത്തെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അനേകം കുടുംബങ്ങളെ. And you know, the time comes when they walk like this. അത് കഴിയുമ്പോൾ അവര് നടക്കുന്ന രീതി വളരെ സാവധാനമായിരിക്കും. Broken. ഹൃദയം തകർന്ന അനുഭവത്തിൽ തല കുരിച്ച് നടക്കാറുണ്ട്. Broken in their spirit. അവരെ ആത്മാവിൽ തകർന്ന വ്യക്തികളായി കാണാറുണ്ട്. It's like a murder if you do that. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ്. You know, my hubby says some wives, എന്റെ ഭർത്താവ് പറയാറുണ്ട്, ചില ഭാര്യമാർ, when the husbands were strong, the husbands were suppressing the wives. നല്ല സ്ട്രോങ് ആയിരിക്കുന്ന ആത്മാവിൽ അല്ലെങ്കിൽ ആത്മീയതയിലോ മറ്റു മേഖലകളിലൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കുന്ന ഭർത്താക്കന്മാർ kind of treating them like you. ആ ഭാര്യമാരെ വലിയ വിലയില്ലാത്തവരായി തള്ളിക്കളയുന്നവരുണ്ട്. And you remember what Mary did? നിങ്ങൾക്കറിയാമോ മറിയ എന്ത് ചെയ്തെന്നറിയോ? When Simeon said the prophecy about Jesus, Mary kept all these words and pondered them in her heart. Amen. ശിമിയോൻ യേശുവിനെ കണ്ട് പറഞ്ഞ പ്രവചനത്തെ തന്റെ ഹൃദയത്തിൽ അതിനെ സ്വീകരിച്ചു, അതിനെ മറച്ചു വെച്ചു എന്ന് വചനം പറയുന്നു. Be careful what you speak to a woman. ഒരു സ്ത്രീയോട് എന്ത് പറയുന്നു എന്ന് നിങ്ങൾ ഓർത്ത് പറയണം. You shout today and you forgot it tomorrow. നിങ്ങൾ ഇപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് നാളെ നിങ്ങൾ മറന്നേക്കാം. A woman has a heart like a Mary. പക്ഷെ മറിയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അനുഭവം ഉള്ളവരാണ് സഹോദരിമാർ. She keeps these words and ponders them in her heart. Amen. ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് സമയത്തിൽ പ്രയോഗിക്കുന്നു. You know, one time a person who was very important to me. Amen. എനിക്ക് വളരെ അടുത്ത ഒരു വ്യക്തി എനിക്ക് ഉണ്ടായിരുന്നു. I wanted to help him to fix his computer and I asked about his computer password. തന്റെ കമ്പ്യൂട്ടറിനെ ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അതിന്റെ പാസ്വേഡ് ഞാൻ ചോദിച്ചു. You know what he said? അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞെന്നറിയോ? Why should I tell you? Who are you in my life? ഞാൻ എന്തിനാ പാസ്വേഡ് നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ എന്റെ ജീവിതവുമായിട്ട് എന്താ ബന്ധം? ജീവിതവുമായി എന്താ ബന്ധം? Who are you? നിങ്ങൾ ആരാ? I was so hurt. എനിക്ക് വളരെ വേദന ഉണ്ടായി. Like for 2 years. ഞാൻ 2 വർഷത്തേക്ക് every time I remember this word, the tears would flow. ഞാൻ ഇത് ആ വാക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ വരും. I'm a woman, I'm a Mary. ഞാൻ മറിയെ പോലെ ഒരു സ്ത്രീയാണ്. This is a man of God. I wanted to help him. അതൊരു ദൈവ മനുഷ്യനാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. But it hit me so heavily. പക്ഷെ ആ വാക്ക് എന്നെ വളരെ വേദനിപ്പിച്ചു. He never knew that hurt me. അത് അദ്ദേഹത്തിന് എന്നെ വേദനിപ്പിച്ചു എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. But it did something very deep inside of me. പക്ഷെ എനിക്ക് ഭയങ്കരമായ ഒരു മുറിവുണ്ടാക്കി. When I started my ministry, I started with translation. ഞാൻ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ആരംഭിക്കുന്ന സമയത്ത് And the pastor for whom I translated had a bad experience before. Amen. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പാസ്റ്ററിന് ഇതുപോലത്തെ ഒരു വ്യത്യസ്തമായ ഒരു മോശമായ അനുഭവം ഉണ്ടായി. He invited pastors from Argentina. അർജന്റീന എന്ന രാജ്യത്ത് നിന്ന് പാസ്റ്റേഴ്സിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. He had a translator. അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. But this translator became very good friends with the Argentina pastors. ആ പാസ്റ്റേഴ്സുമായിട്ട് ഈ ട്രാൻസ്ലേറ്ററിന് ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തു. So when the German pastor wanted to ask something,
എന്നാൽ ആ ജർമ്മൻ The പാസ്റ്റർ German pastor, when he wanted to ask through the translator, ഈ എൻ്റെ ജർമ്മൻ പാസ്റ്ററിന് ഈ ട്രാൻസ്ലേറ്ററിൽ കൂടെ ആ മറ്റുള്ള പാസ്റ്റർമാരോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ that translator, he would talk with the Argentinians. Everybody talk, and finally they brought the solution. അദ്ദേഹം ആ ട്രാൻസ്ലേറ്റർ പരിഭാഷപ്പെടുന്ന വ്യക്തി ഇദ്ദേഹം പറയുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് അവരൊരു അവസാനം ഒരു സെറ്റിൽമെന്റിലേക്ക് വന്നു. And the German is standing, what's happening? ഈ ജർമ്മൻ പാസ്റ്ററിനൊന്നും മനസ്സിലാകാതെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ നോക്കി നിൽക്കുകയോ. So he told me, അദ്ദേഹം എന്നോട് പറഞ്ഞു, as a person you don't even exist. He told me that me as a person, I don't exist. I am only allowed to translate every word he speaks and then every word they speak. അതുകൊണ്ട് ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, വ്യക്തിയായ ആ ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾ ഇല്ല. കാരണം അദ്ദേഹം ട്രാൻസ്ലേറ്ററുടെ ജോലി അവരെന്തു പറയുന്നു അത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. I am not allowed to speak one word to them. അതുകൊണ്ട് ഞാൻ പറയുന്നതല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ ക്ഷണിക്കുന്ന പാസ്റ്റേഴ്സുമായി നീ ഇടപെടരുത്, സംസാരിക്കരുതെന്ന് താക്കീത് നൽകി. He said, as a person you don't even exist. കാര്യം വ്യക്തിയായി ഒരു പേഴ്സണായി നിങ്ങൾ ഇല്ല. This word blocked me for years. ആ വാക്ക് നിങ്ങൾ സ്വന്തമായി ഒരു കാര്യം പറയാൻ പാടില്ല, ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വാക്ക് എന്നെ 2 വർഷത്തോളം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. I couldn't rise up. I couldn't take authority in the spiritual realm. എനിക്ക് ആത്മമണ്ഡലത്തിൽ അധികാരത്തോടെ ശുശ്രൂഷിക്കാൻ കഴിയാത്ത രീതിയിൽ ആ വാക്ക് എന്നെ ബ്ലോക്ക് ചെയ്തു. Proverbs 18:21, you know, no? Proverbs 18:21. സദൃശവാക്യം 18:21 വചനം പറയുന്നു, Death and life are in the power of the tongue. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. He who loves the tongue shall eat the fruit thereof. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. We need to be so careful with our words. നമ്മുടെ വാക്കുകളെ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുക. We need to watch one another, protect one another. നമ്മൾ മറ്റുള്ളവരെ സംരക്ഷിച്ച് അവരെ ശ്രദ്ധിച്ച് അവരോട് ഇടപെടുക. Just watch for that little sign that you hurt your spouse. Amen. I'm sorry. Look the little sign. Your spouse might be hurt and not showing you. നിങ്ങളുടെ സ്പൗസിന് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയരുത്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ അതിനെ തിരുത്തുവാൻ ശ്രമിക്കുക. The man will hide it, the woman will hide it. Amen. മനുഷ്യൻ അല്ലെങ്കിൽ ആണുങ്ങൾ അതിനെ മറയ്ക്കാം. Amen. ഭാര്യയും മറയ്ക്കാം. But inside there will be like പുറമേ മറച്ചാലും അകമേ മുറിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. Like a knife. ഒരു കത്തി ആഴത്തിൽ തറയ്ക്കുന്നത് പോലെ. And it will harden the heart. അത് ഹൃദയത്തെ കഠിനമാക്കും. And then the bitterness will come up. പിന്നെ കയ്പിന്റെ അനുഭവങ്ങളായിരിക്കും പുറത്തു വരുന്നത്. And then the revenge will come up. അതിനുശേഷം വെല്ലുവിളികളും വൈരാഗ്യവും പുറത്തു വരും. And then instead of having a loving home, പിന്നെ സ്നേഹമുള്ള ഒരു ഭവനത്തിൽ നിന്ന് you start hitting one another. നിങ്ങൾ തമ്മിൽ വേദനിപ്പിക്കുന്നവരായി മുറിവേൽപ്പിക്കുന്നവരായി മാറാം. Destroying one another. നിങ്ങളെ തകർക്കുന്നവരായി മാറാം. You know how happy the devil is when this happens in your family. നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിശാചിന് എന്തുമാത്രം ആനന്ദകരമാണെന്ന്? I was very shocked when I came to India. ഞാൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു അതിശയം എനിക്കുണ്ടായി. Because people are very friendly to one another. കാരണം മറ്റുള്ളവരോടെല്ലാം നല്ല സോഷ്യലൈസ് ചെയ്യുന്ന അനുഭവങ്ങളാണ് ഞാൻ കാണാറുള്ളത്. But you know, I saw one pastor's wife. ഞാൻ ഒരു പാസ്റ്ററിന്റെ ഭാര്യയെ കണ്ടു. Her husband was going the next day abroad, and before that day 4 or 5 pastors came. Amen. തന്റെ ഭർത്താവ് വിദേശത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുന്നതിന് മുമ്പ് 4-5 പാസ്റ്റർമാർ ഭവനത്തിലേക്ക് വന്നു. So she had to cook and she had to serve them, and she was smiling and loving, and I thought she's fully enjoying. വളരെ സന്തോഷത്തോടെ ആ പാസ്റ്റർമാരെ സൽക്കരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു വളരെ സന്തോഷത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. And when they all left, ആ 4 പേരും പോയി കഴിഞ്ഞപ്പോൾ you know what this pastor's wife did? ഈ പാസ്റ്ററിന്റെ വൈഫ് എന്ത് ചെയ്യുന്നറിയാവോ? Hallelujah, virudale, 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 virudale. Deliverance. എനിക്ക് വിടുതലുണ്ടായി എന്ന് 4 പാസ്റ്റർമാർ പോയി കഴിഞ്ഞപ്പോൾ കൈ ഉയർത്തി പറഞ്ഞു, എനിക്ക് വിടുതലായി ഞാൻ സ്വതന്ത്രമായെന്ന്. I was shocked. ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. I would have shown these pastors, I would have even told them, see, tomorrow my husband goes, please, I give you a tea, but go, he has to pack, he has to get ready. I would have told, no? ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ ഭർത്താവിന് ഇന്ന് രാത്രി യാത്ര ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് ഒരു ചായ കൊടുത്തതിന് ശേഷം കുഴപ്പമില്ല, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമായിരുന്നു. But she said, oh pastors, praise the Lord, vaanga chopped. I was shocked. Because she super drama, super cinema. നന്നായിട്ട് താൻ അഭിനയിച്ച് കാണിച്ചു. ഒരു കുഴപ്പമില്ല, സന്തോഷങ്ങൾ വന്നതിൽ ഒത്തിരി സന്തോഷം വന്ന് ആദ്യം അഭിനയിച്ച് കാണിച്ചു. And then I understood, oh, the heart can be very different than what comes from the mouth, and even the whole face. എന്നിട്ട് എനിക്ക് മനസ്സിലായി, വായിൽ നിന്ന് വരുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഹൃദയത്തിനകത്ത് ഉണ്ടാകാമല്ലേ.
In the beginning of our marriage, ഞങ്ങളുടെ വിവാഹത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ because of our cultural differences, ഈ ഞങ്ങളുടെ സംസ്കാര വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് sometimes we had some fight. ഞങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ സ്വരചേർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. Sometimes I would cry. ഞാൻ ചില സമയത്ത് കരയുമായിരുന്നു. And you know what my husband expected? നിങ്ങൾക്കറിയോ എൻ്റെ ഭർത്താവ് എന്താണ് പ്രതീക്ഷിച്ചതെന്ന്? When anybody comes or knocks, ആരെങ്കിലും എൻ്റെ ഭവനത്തിൽ വന്ന് നോക്ക് ചെയ്താൽ I have to wash my face ഞാൻ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് കഴുകണം. and show great happiness. Praise the Lord. പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് അവർ നന്നായിട്ട് സ്വീകരിക്കണം എന്ന് എൻ്റെ ഭർത്താവ് ആഗ്രഹിച്ചു. But you know, actually he's right. നിങ്ങൾക്കറിയോ അത് സത്യമാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. You know what he told me? എന്നോട് എന്ത് പറഞ്ഞെന്നറിയോ? He said these people come to us one time. നമ്മുടെ ഭവനത്തിലേക്ക് ഈ വ്യക്തികൾ കടന്നു വരുന്ന ഒരു പ്രാവശ്യമാണ്. So we have to make them happy. അതുകൊണ്ട് അവരെ എപ്പോഴും നമ്മൾ സന്തോഷിപ്പിക്കണം. We just make them happy. അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം. That's what God wants. God wants to make people happy. കാരണം ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ദൈവം എല്ലാവരും സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And when they go, we can keep on fighting. അവർ പോയതിനു ശേഷം നമുക്ക് തമ്മിൽ വഴക്കൂടാം. That was a very new revelation for me. അതെനിക്കൊരു വ്യത്യസ്തമായ വെളിപ്പാടായിരുന്നു. But you know, it doesn't work for a German. പക്ഷെ ഒരു ജർമ്മൻകാരിയായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ അത് ഫലിച്ചില്ല. Because when I cry, my eyes become red. കാര്യം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണുകൾ ചുമക്കും. It doesn't matter how much I wash my face, everybody will see what happened. എൻ്റെ മുഖം കഴുകിയാലും ഞാൻ കരഞ്ഞു എന്ന് എല്ലാവരും മനസ്സിലാവും. So I try to become nice and Indian, because he's right. We should make people happy. Why should we burden people with our fight, with our struggle? No? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വെല്ലുവിളികൾ കൊണ്ട് വരുന്ന അതിഥികളോട് എന്തിന് നമ്മൾ അങ്ങനെ പെരുമാറണം എന്നുള്ളത് സത്യമാണ്. ഞാൻ അതിനെ മനസ്സിലാക്കി. He says we fight now, in a few hours we solve the fight because we come to an agreement. No, we come to unity. But they will keep in their mind, these people are fighting, they have a very bad marriage. He's 100% right. 100% എൻ്റെ ഭർത്താവ് പറഞ്ഞത് സത്യമാണ്. നമ്മൾ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാക്കും, അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സ്നേഹത്തിൽ അങ്ങ് ഇണങ്ങും. പക്ഷേ ആ ഒരു പ്രാവശ്യത്തേക്ക് വീട്ടിലേക്ക് വരുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാകത്തില്ല. അവർ കണ്ടിട്ട് പറയും ഈ കുടുംബം എന്നും വഴക്കാന്ന്. He's right. But it doesn't work with my German eyes. എൻ്റെ ജർമ്മൻ കണ്ണുകളിൽ കൂടെ അതെനിക്ക് മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞില്ല. But praise God, we were fighting through all these differences. എന്നാൽ ദൈവത്തിന് മഹത്വം, ഇപ്രകാരമുള്ള അനുഭവങ്ങളിലും വ്യത്യസ്തമായ ചിന്തകളിലും ഞങ്ങൾ വഴക്കുകൾ ഉണ്ടായപ്പോഴും talking and explaining to one another what we think, what we feel. ഞങ്ങൾ ചിന്തിക്കുന്നതും ഞങ്ങൾക്ക് തോന്നുന്നതും ഞങ്ങൾ തമ്മിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. Many times it was a shock and a revelation for both of us. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു വെളിപ്പാടായി പിന്നെ മാറുവാനിടയായി. What? എന്തുവാണ്? This is how you think? ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്നതിൽ? I never thought that it's possible that a person on the planet can think like that. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. Men and women are so different. കല്യാണ വിവാഹിതരായിരിക്കുന്ന സഹോദരിമാർ വ്യത്യസ്തമാണ്. Even physically our brains are so different. നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ ബ്രെയിനുകൾ വ്യത്യസ്തമാണ്. Now the devil and his people are telling you take some hormones, do some operation and change how God made you. Nonsense. ദൈവം ഉണ്ടാക്കിയ രീതിയിൽ നിന്ന് സൃഷ്ടിയെ മാറ്റുക, ഹോർമോൺ കുത്തിവെച്ച് ആണ് പെണ്ണാകുക എന്നുള്ള കാര്യങ്ങളൊക്കെ പിശാച് ഇപ്പോൾ പഠിപ്പിക്കുക. But when you take the time to understand one another, എന്നാൽ രണ്ടുപേരെയും നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുകയാണെങ്കിൽ it's like a whole new universe opens up. നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ലോകം തുറന്നു വരും. You get to know a completely different way of thinking. നിങ്ങളുടെ വ്യത്യസ്തമായ ചിന്താഗതിയെ മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങൾ വളരുവാനിടയാകും. The devil will try to tell you you are right. പിശാച് നിങ്ങളോട് പറയും നിങ്ങൾ പറയുന്നതാണ് കറക്റ്റ്. He has to adjust to you. She has to adjust to you. അവൾ നിനക്കാണ് കീഴടങ്ങിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് നീ പറയുന്നത് കേട്ട് മനസ്സിലാക്കേണ്ടത്. See, you are like this. നീ ഇങ്ങനെയാണ്. She is like this. ആമേൻ. അവൾ അങ്ങനെയാണ്, ഭാര്യ അങ്ങനെയാണ്. You want her to become like you. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ പോലെ ആയി തീരുവാൻ നീ ആഗ്രഹിക്കുന്നു. She wants you to become like her. ഭാര്യ ഭർത്താവ് ഇപ്രകാരമായി തീരുവാൻ ആഗ്രഹിക്കുന്നു. Boring. അത് ശരിയല്ല, ബോറിംഗ് ആണ്. Because you will have only that one little നിങ്ങൾക്ക് ഇത്ര സ്പേസേ ഉള്ളൂ. But what you can do, എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? Okay, I'm like this. ഞാൻ ഇങ്ങനെയാണ്. You are like this. നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവം ഉണ്ട്. We can join here. എന്നാൽ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്ത് we can start exploring. നമുക്ക് പുതിയ കാര്യങ്ങൾ ജോയിൻ ചെയ്ത് ഒരുമിച്ച് ചിലതിനെ കണ്ടുപിടിക്കാം. How many of you like adventures?
എത്ര പേർക്ക് അഡ്വഞ്ചർ ഇഷ്ടമാണ്? Adventures? അഡ്വഞ്ചർ ട്രിപ്പൊക്കെ എത്ര പേർക്ക്? Marriage is a daily adventure. ആമേൻ. വിവാഹം എന്ന് പറയുന്നത് വല്ലപ്പോഴും അല്ല, ഡെയിലി ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. You can go deeper and find out how that person thinks. നിങ്ങൾക്ക് ആഴങ്ങളിലേക്ക് വിവാഹത്തിലേക്ക് ഇറങ്ങി എങ്ങനെ മറ്റുള്ള വ്യക്തിയെ, നിങ്ങളുടെ സ്പൗസ് എങ്ങനെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നു എന്നെങ്കിൽ തിരിച്ചറിയാം. You can enter into her world and she can enter into your world. ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. And both of you will have that full spectrum. രണ്ട് വ്യക്തികൾക്കും അപ്രകാരം പൂർണ്ണമായ ഒരു അതിർത്തിക്കകത്തേക്ക് കടന്നു വരുവാൻ പറ്റും. The full world both of you can have. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോകത്തെ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റും. Then you as a woman will understand how a man thinks. ഭാര്യയായിരിക്കുന്ന വ്യക്തി എങ്ങനെ നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചിന്തിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. And for him it will not be so difficult to honor you, because as a weaker vessel, no, he has to honor you. എങ്ങനെയാണ് മാനിക്കേണ്ടതെന്നും സ്നേഹിക്കേണ്ടതെന്നും എന്ന് മനസ്സിലാക്കാൻ പിന്നെ പ്രയാസമുള്ള കാര്യമല്ല. No, even for a man, if you don't respect and honor your wife, even your prayers will be hindered, no? സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത് തടസ്സമുണ്ടാകാം. Loving but also give honor as to the weaker vessel, both things. ആമേൻ. ബലഹീന പാത്രമായതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്നേഹിക്കണം, മാനിക്കണം. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത് തടസ്സം വരരുത്. It's easier for you when you understand her. ആമേൻ. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. For you to respect and to honor your husband is much easier when you understand him. ആമേൻ. ഭർത്താവിനെ വ്യക്തമായി നിങ്ങൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെയും ചിന്താഗതികളെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വളരെ എളുപ്പമാണ്. What a funny whole Pentecost message, no? പെന്തിക്കോസ്ത് നാളുള്ള മെസ്സേജ് എത്ര നന്നായിരിക്കുന്നു അല്ലേ? I thought there will be a message of power and signs and wonders. നിങ്ങൾ പറയുന്നു, അയ്യോ ഞാൻ വിചാരിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞ ഒരു മെസ്സേജ് ആയിരിക്കും പറയുന്നത്. But the Holy Spirit is the spirit of unity. എന്നാൽ പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. Hallelujah. ആമേൻ. And you know he is the spirit of truth. ആമേൻ. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. Hallelujah. Hallelujah. He is the one who leads you into all truth. എല്ലാ സത്യത്തിലും നമ്മെ നടത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. Amen. So you need to find out the truth about your spouse. Amen. നമ്മുടെ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ സത്യത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നടക്കേണ്ടത് ആവശ്യമാണ്. So that you can build that house that cannot be divided and cannot be destroyed. നിങ്ങളുടെ ഭവനത്തെ പണിയുവാൻ പിശാച് തകർക്കുവാൻ അനുവദിക്കാതെ പണിയുവാനിടയായി തീരും. How many people are totally shocked nowadays? Amen. Shocked. Amen. ഒരു അതിശയമായി ഷോക്ക്ഡ് ആയി തീരുന്ന എത്രയോ ആൾക്കാർ നമുക്ക് കാണുവാൻ കഴിയുന്നു. Couple, everybody thinks everything is okay. Amen. കപ്പിൾസ് ചിന്തിക്കുന്നു കുഴപ്പമില്ല, എന്തുവാണോ ആകെ എങ്ങനെയാണോ ജീവിക്കാം. But one of the two allowed the devil to talk into their mind. ഏതെങ്കിലും അതിൽ രണ്ടിൽ കപ്പിൾസിലെ ഏതെങ്കിലും ഒരു വ്യക്തി പിശാച് തന്റെ ചിന്താഗതിയിൽ സംസാരിക്കാൻ അനുവദിച്ചാൽ, Netflix, media, major devil infiltration. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള വ്യത്യസ്തമായ തലങ്ങൾ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ചാൽ, you know Netflix, നിങ്ങൾക്ക് അറിയാമല്ലോ, all these media, all these movies and all that stuff, they don't have Netflix here. I will shift here. Hallelujah. Netflix illale. Praise God. You know when this COVID started and the lockdown started, one of these American TV companies, online companies, they offered us 2 months of free subscription. ഇന്ത്യയിൽ അങ്ങനെ ഈ ലോക്ക്ഡൗണിന്റെ സമയത്ത് അമേരിക്കൻ ഒരു കമ്പനി ഫ്രീ ആയിട്ട് 2 മൂവി ചാനലിന്റെ ആപ്പുകൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രീ ആയിട്ട്. For 2 months, right? 2 മാസത്തേക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് അനുവദിച്ചു. അതിനകത്ത് മുഴുവൻ സിനിമകളാണുള്ളത്. Serials and many different family stories to brainwash people and to promote divorce. Amen. വിവാഹമോചനത്തെ കൊണ്ടുവരാൻ, amen, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചില സീരിയലുകളും സിനിമകളും അതിനകത്ത് കൊണ്ടുവന്നു. Very bad. വളരെ മോശകരമായ. I had no idea what it is. I never heard it. ഞാനത് കേട്ടിട്ടില്ല. എനിക്ക് അതിനെ പറ്റി ഒരു ചിന്തയില്ല. I got the advertisement. ഞാൻ അതിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടു. My spirit said, എന്റെ അകത്തുള്ള ആത്മാവ് അതിനെ എതിർക്കാൻ തുടങ്ങി. I
knew this is a work of the devil, I cursed it, I rebuked it. ഞാൻ അപ്പോൾ തന്നെ ഇത് പിശാചിന്റെ പ്രവൃത്തി ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ അതിനെ ശാസിക്കുവാനിടയായി. I didn't allow it in our people. അതുകൊണ്ട് ഞാനുമായി കണക്റ്റഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആകരുത് എന്ന് ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞു. But we see it in society. എന്നാൽ ഈ നമ്മുടെ ഈ സൊസൈറ്റിയിൽ സമൂഹത്തിൽ എന്താ നമ്മൾ കാണുന്നത്? People thought, okay, lockdown, we sit at home, okay, we can watch some movie free of charge. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലയോ, നമുക്ക് വീട്ടിൽ ക്വൈറ്റ് ടൈമിൽ അത് കാണാം. And you know how the devil comes? പിശാച് എങ്ങനെ കടന്നു വരുമെന്ന് അറിയാമോ? You start watching this TV serial. നിങ്ങൾ ഒരു TV സീരിയൽ ഒന്ന് കാണാൻ തുടങ്ങുമ്പോൾ, and at the end, very very exciting point, it says to be continued. അതെ, to be continued. Next week, next അടുത്ത ആഴ്ച വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. So these people who said after 2 weeks I just drop it, അപ്പോൾ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് വിട്ട് കളയാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ, they say, ayyo, I want to know what happened in that case. Okay, 1 more month I pay. ഒരു മാസം കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്ത ആഴ്ച എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് കരുതുന്നു. And the devil caught them. പിന്നെ പിശാച് നമ്മളെ പിടിക്കുക. Devil has so many ways to destroy our unity. നമ്മുടെ ഐക്യതകളെ തകർത്ത് കളയാൻ പിശാചിന് വ്യത്യസ്തമായ അനുഭവങ്ങളും ആഗ്രഹങ്ങളും പ്ലാൻസും ഉണ്ട്. Destroy our mindset and destroy our culture. നമ്മുടെ ചിന്തകളെയും നമ്മുടെ സംസ്കാരത്തെയും ഇല്ലാതാക്കി കളയാനുള്ള പിശാചിന്റെ പ്ലാൻസ്. I'm so worried about India. ഞാൻ ഇന്ത്യയെക്കുറിച്ച് വളരെ വേദന അനുഭവിക്കുന്ന വ്യക്തിയാണ്. We have among us a boy from Bangalore. ബാംഗ്ലൂരിൽ നിന്ന് ഒരു മകൻ വന്നായിരുന്നു. From Mumbai. വേറൊരു വ്യക്തി മുംബൈയിൽ നിന്ന് വന്നു. They are so scared to marry. കല്യാണം കഴിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. All my friends are divorced. Yo, I don't want to make a mistake. വന്ന് ഇപ്രകാരം പറഞ്ഞു, എന്റെ കൂടെയുള്ള സ്നേഹിതരെല്ലാവരും വിവാഹമോചിതരായി, അതുകൊണ്ട് എനിക്കും പേടിയാണ്, ഞാൻ വിവാഹം കഴിക്കുന്നില്ല. In India, എന്നാൽ ഇന്ത്യയിൽ I challenge you to pray. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. Work and do whatever you can do for India. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റൂ നിങ്ങൾ അത് ചെയ്യണം. You keep this unity among yourselves. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതുപോലത്തെ ഐക്യതയെ നിങ്ങൾ പരിപാലിക്കണം. Don't allow the devil to put these thoughts. ഈ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ പിശാചിനെ അനുവദിക്കരുത്. A doctor couple. Amen. ഒരു ഡോക്ടർ കപ്പിൾ, 1-year-old baby. ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് അവർക്കുണ്ട്. When the wife came from her practice, no, she was tired, so she watched this TV series, Netflix. ഡോക്ടർ തന്റെ ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സ് വാച്ച് ചെയ്യും. And they showed some young couples, and they marry and they divorce and they marry somebody else. All this devil junk. Amen. അതിൽ കാണിച്ചിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു. വേറെ ഒരു യുവ വ്യക്തികൾ വിവാഹം കഴിച്ചു, അവരുടെ കുടുംബം തകർന്നുപോയി, വിവാഹമോചിതമായിത്തീർന്നു. She started some other relationship. അതുകൊണ്ട് online, first of all, online she started. ഓൺലൈനിൽ അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി ഒരു റിലേഷൻഷിപ്പ് അവൾ സ്റ്റാർട്ട് ചെയ്തു. Then she met that guy. ആ ഒരു വ്യക്തിയെ കണ്ടു. So finally she decided, I will take my child and I will leave my husband. അതുകൊണ്ട് അവൾ എന്ത് തീരുമാനിച്ചെന്നറിയോ? തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് ആ വ്യക്തിയോട് കൂടെ പോകാം. This man came to us crying, pray. ഈ വ്യക്തി എന്റെ അടുത്തേക്ക് കടന്നു പ്രാർത്ഥിക്കാൻ. You know, he didn't notice how the devil was working in his wife's mind. ഈ ഭാര്യയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്റെ ചിന്തയിൽ പിശാച് എങ്ങനെ വർക്ക് ചെയ്തു എന്ന് തനിക്ക് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. Jesus said, take heed what you hear. യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് ശ്രദ്ധാപൂർവം ഇരിക്കണം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കണം. I was a school child. ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ, in that time America started destroying Germany. അമേരിക്ക ജർമ്മനി ഇൻവൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ കാലഘട്ടമായിരുന്നു എൻ്റെ കുഞ്ഞുപ്രായം. Invade, exactly, by media. Because they made a very big thing, a TV serial, Dallas is coming, this J.R. Ewing's whatever nonsense, a TV serial, very exciting. Oh, the media made a very big fuss. അന്ന് മാധ്യമങ്ങളുടെ ദൗർലഭ്യം ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇതിനെപ്പറ്റിയുള്ള സീരിയലും പല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ വലിയ പ്രൊപ്പഗൻഡകൾ നൽകാനിടയായി. The day it started, there was nobody on the streets, everybody was watching TV. എന്നാൽ അവിടെ അവർ ഇൻവൈഡ് ചെയ്ത് യുദ്ധം ചെയ്യുവാൻ അല്ലെങ്കിൽ പിടിച്ചടക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇതിനെല്ലാവരും അറിഞ്ഞ് ആരും ശ്രദ്ധിച്ചില്ല. എല്ലാവരും ടി വിക്കകത്ത് നോക്കിയിരിക്കുമായിരുന്നു. Me too. ഞാനും ടി വി നോക്കിയിരിക്കുകയായിരുന്നു. And you had to watch it. ഞങ്ങൾ എല്ലാവരും ടി വി തന്നെ കാണേണ്ടി നിർബന്ധിതരായി. Because the next day in school everybody was talking about it. About next day in office, wherever business, they will talk about it. സ്കൂളിൽ പോയപ്പോഴും ബിസിനസ്സിന് പോയപ്പോഴും എല്ലാ ആൾക്കാരും ടി വിയിൽ കണ്ടത് സംസാരിക്കാൻ തുടങ്ങി. So if you say I don't want to watch this junk,
എനിക്കിത് കാണണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. So I watched for a few weeks. അതുകൊണ്ട് ഞാൻ കുറച്ച് ആഴ്ചകൾ അത് കാണാൻ തുടങ്ങി. And then I noticed പിന്നെ ഞാൻ ശ്രദ്ധിച്ചു that I was changing. ഞാൻ എന്നെ മാറ്റുകയാണ്. I was changing. ഞാൻ എന്നെ മാറ്റുകയാണ്. Suddenly my reactions were different. എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ അനുഭവങ്ങൾ, റിയാക്ഷൻസ് മാറാൻ തുടങ്ങി. I reacted like these women I saw on the TV screen. ഞാൻ TV സ്ക്രീനിൽ ഒരു കണ്ട സ്ത്രീയെ പോലെ ഞാൻ അനുഭവിച്ച് അല്ലെങ്കിൽ ഞാൻ അതിനെ ആക്ട് ചെയ്യാൻ തുടങ്ങി. You know what I did? ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? I stopped watching. ഞാൻ തീരുമാനിച്ചു ഇനി കാണത്തില്ല. Others laughed at me, let them laugh. എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു, ഞാൻ പക്ഷെ കാര്യമാക്കിയില്ല. Why do I have to get this junk into my heart? ഞാൻ എന്തിനാ ഈ മോശമായ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത് കൊണ്ടുവരുന്നത്? But many people don't even notice that. ചില ആൾക്കാർ അതിനെ ചിന്തിച്ചില്ല. Did you notice here? I don't think they allow, praise God, you're in a good place. Normally in all these American videos, alcohol. അമേരിക്കയിൽ നിന്നുള്ള പല വീഡിയോസ് എല്ലാം അതിനകത്ത് മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ കാണാറ്. They meet, they have some important talk. The first thing is alcohol. അവർ ഒരുമിച്ച് കൂടുമ്പോൾ ആദ്യം ചെയ്യുന്നത് മദ്യപിക്കുകയാണ്. The devil tries to bring destruction and division. TV ചാനലിൽ കൂടെ തകർച്ചകൾ, കുടുംബങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ തകരുന്ന കാര്യങ്ങളെ പ്രൊപ്പഗാൻഡ് ചെയ്യുകയാണ്. So very good here, you are more protected. ആമേൻ. നിങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നതിൽ വളരെ സന്തോഷം. When you go to India now, നിങ്ങൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ പോവുകയാണെങ്കിൽ you see many families in danger, many young people in danger. നിങ്ങൾ കാണുവാൻ സാധിക്കുന്ന അനേക യുവ സഹോദരങ്ങൾ, കുടുംബങ്ങൾ വളരെ അപകടത്തിൽ ജീവിക്കുകയാണ്. The Holy Spirit has come upon you to be a witness until the ends of the earth. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം നമ്മൾ സാക്ഷികളായി തീരാൻ വേണ്ടിയാണ്. Here you're not bombarded with all this junk like we were in the Western world, like you are in India now. Amen. ഞാൻ വെസ്റ്റേൺ കൾച്ചറിലായിരുന്ന അനുഭവം പോലെ ഇങ്ങനത്തെ മോശമായ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മളെ തലയിൽ നിറച്ചു കഴിയുമ്പോൾ be a witness. Amen. നമുക്ക് സാക്ഷിയായിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ സാക്ഷിയായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബത്തെ, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആമേൻ പ്രൗഡ് ആയിരിക്കണം, അഭിമാനമുള്ളവരായിരിക്കണം. What a blessing it is to have a family together like ഇങ്ങനെ സന്തോഷമുള്ള ഐകമത്യപ്പെട്ട ഒരു കുടുംബത്തിലായിരിക്കുന്നത് എത്ര അനുഗ്രഹമാണെന്ന് മറ്റുള്ളവരെ കാണിക്കണം. You know, one father told me, it's much cheaper to educate my children in India, but I want them to be educated here. India has been too much spoiled by all this media. നിങ്ങറിയോ, ഒരു പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത് വളരെ എളുപ്പമാണ്, കാശൊക്കെ ഒത്തിരി കുറവാണ്, പക്ഷേ കാശായാലും സാരമില്ല, ഞാൻ ഇവിടെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. കാരണം ഇന്ത്യയിലുള്ള മീഡിയാസ് വളരെ മോശകരമായിട്ടുള്ള സ്വാധീനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ. I love it. ഞാൻ ആ വാക്കുകൾ ഞാൻ വളരെ സ്നേഹിക്കുന്നു. A real father protecting his family. യഥാർത്ഥമായ പിതാവ് തന്റെ കുടുംബത്തെ സംരക്ഷിക്കും. I was in a very big church in South America, 1.2 lakh members. 1.2 ലക്ഷം വ്യക്തികൾ ഉള്ള സൗത്ത് അമേരിക്കയിലെ ഒരു സഭയിൽ ഞാൻ കടന്നുപോയി. Pastor was extremely busy. പാസ്റ്റർ എപ്പോഴും ഭയങ്കര തിരക്കാണ്. 24 hours a day worship. 24 മണിക്കൂറും അവിടെ ആരാധനകൾ നടക്കുന്നു. Many pastors preaching, he had to organize. ഒത്തിരി പാസ്റ്റർമാർ പ്രസംഗിക്കുന്നു, ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യണം. He had 4 children. അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. He told me every day, അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ I make ദിവസവും sure I have one meal with my family. ഞാൻ നിർബന്ധമായിട്ട് എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു നേരമെങ്കിലും ഞാൻ ഫുഡ് കഴിക്കും. And I listen. ഞാൻ അവരെ കേൾക്കും. I don't talk much, I listen. ഞാൻ ഒത്തിരി സംസാരിക്കില്ല, പക്ഷെ ഞാൻ അവരെ കേൾക്കും. I discern. ഞാൻ അതിനെ മനസ്സിലാക്കി. Discernment is a gift of the Holy Spirit, no? ഞാൻ അതിനെ വിവേചിച്ചറിയുക എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണെന്ന് അറിയാമോ? Because you live every day with this presence of the Holy Spirit, you can discern. എല്ലാ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വിവേചിച്ചറിയുവാൻ കഴിയും. And you can feel if there's a negative attitude, if there's a bad seed in the heart of one of the children. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു മോശമായ ദോഷകരമായ ഒരു വിത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ സംഭാഷണത്തിൽ നിങ്ങൾക്ക് വിവേചിച്ചറിയാൻ പറ്റും. Or in the wife. നിങ്ങളുടെ ഭാര്യയുടെ ജീവിതത്തിൽ. Hallelujah. Jesus says, out of the abundance of the heart the mouth speaks, no? വചനം പറയുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. So it's very wise to just sit and to listen. അതുകൊണ്ട് വളരെ ബുദ്ധിയുള്ള കാര്യമാണ് ഇരുന്ന് കേൾക്കുക, സമയം ചെലവഴിക്കുക. Taste the spirit of the other person. Amen. നിങ്ങളുടെ മറ്റുള്ള വ്യക്തി അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള കാര്യങ്ങളെ തിരിച്ചറിയുക, അതിന് മനസ്സിലാക്കുക. You know, nowadays people think everything is perfect and suddenly the divorce.
notice comes. How many cases? Amen. എത്രയോ കുടുംബങ്ങൾ ഒരു കുഴപ്പവും ഇല്ല, എന്താണ് എനിക്ക് അറിയത്തില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത്, വിവാഹമോചനം എന്നെല്ലാം അതിശയത്തോടെ കാണുന്ന കുടുംബങ്ങൾ നമ്മൾ കാണാറുണ്ട്. They didn't notice how the devil was planting seeds. അവർക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് പിശാച് അവരുടെ കുടുംബത്തിൽ ഈ ദോഷകരമായ വിത്ത് വിതയ്ക്കുന്നതെന്ന്. They didn't notice how the heart was poisoned. അവരുടെ ഹൃദയം എങ്ങനെ വിഷമുള്ളതായി മാറി എന്ന് അവർക്ക് മനസ്സിലായില്ല. You have the spirit of truth. Amen. സത്യത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. You have to fight for that unity. അതുകൊണ്ട് ഐക്യതയ്ക്ക് വേണ്ടി നമ്മൾ പോരാടണം. Protect what God has given to you. ദൈവം നമുക്ക് നൽകിയതിനെ നമ്മൾ സംരക്ഷിക്കണം. Keep your love burning. നിങ്ങളുടെ സ്നേഹത്തെ എപ്പോഴും അത് ജ്വലിപ്പിക്കണം. Never allow a cold love. Amen. ഒരിക്കലും അത് തണുത്തു പോകാൻ അനുവദിക്കരുത്. When you are hurt, tell it and show it. Amen. നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പ്രകടിപ്പിക്കുക, പറയുക. You know, I was very shocked because many times my husband doesn't even know when he hurts me. My husband doesn't know when he hurts me. ഒരിക്കലും എൻ്റെ ഭർത്താവ് എന്നെ മുറിവേൽപ്പിക്കുന്ന സ്വഭാവമേ ഇല്ല. They don't know. They're shocked when you tell them. Amen. So, but when you tell them, then they will not want to hurt you. Amen. ഞാൻ സാധാരണ എന്നെ അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമില്ല. എന്തെങ്കിലും പറഞ്ഞാലും ഒന്നും മിണ്ടത്തില്ല. My hubby always thinks that I hurt him and he doesn't notice that I'm also hurt. Amen. പലപ്പോഴും എൻ്റെ my husband, he always thinks that only I am hurting him. He does not know that he also hurt me. ഞാൻ മാത്രമാണ് അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുന്നതെന്ന് അദ്ദേഹം ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ മുറിവേൽപ്പിക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കാറില്ല. Are you sure you translated right? I did, yeah. Yes? That's why I asked you that. Very good. Super. You know, because we are so different, no? കാരണം ഞങ്ങൾ രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. Many things I don't understand that this hurts my husband. Amen. ഞാൻ ചില സമയത്ത് ഞാൻ ഈ പറയുന്ന വാക്ക് എൻ്റെ ഭർത്താവിനെ വേദനിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറില്ല. So only when you open up and say, hey, you also hurt me. എന്നാൽ ഞാൻ വായി തുറന്ന് ആ ഒരു കാര്യം, ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്ക് എന്നെ വേദനിപ്പിച്ചു എന്ന് ഞാൻ പറയാതിരിക്കും. You can open your heart again. You can open your heart. നിങ്ങളുടെ ഹൃദയത്തെ പറയാൻ and the love of God can flow. നിങ്ങളത് തുറന്നു പറയുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന്റെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. I see you look very, very good, but I see some of you are on the way to closing your heart. Amen. ഇതിനകത്തിരിക്കുന്ന വ്യക്തി നോക്കുമ്പോൾ നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു, പക്ഷേ ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് അടയുന്ന ഒരു അനുഭവത്തെ ഞാൻ കാണുന്നു. You are nicely living together. നിങ്ങൾ സന്തോഷമായിട്ട് കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. But your hearts are not living together. നിങ്ങളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് ജീവിക്കാത്തവരുണ്ട്. That is a very horrible danger. Amen. അത് ഏറ്റവും അപകടകരമായ ഒരു അനുഭവമാണ്. A house divided cannot stand. Amen. കുടുംബം രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് ണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കുവാൻ കഴിയത്തില്ല. The devil will destroy the marriage, he will destroy the children. Amen. Amen. പിശാച് കുഞ്ഞുങ്ങളെ തകർക്കും, അതിനു മുന്നേ കുടുംബത്തെ തകർക്കും. We are living in a time of tremendous spiritual warfare. Amen. വളരെ ആത്മീയ യുദ്ധം ആവശ്യമുള്ള ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. The devil has come down, he knows he has very little time. പിശാചിന് അറിയാം വളരെ ചുരുക്ക സമയമേ തന്റെ മുമ്പിലുള്ളൂ എന്ന്. So he works overtime. അതുകൊണ്ട് വളരെ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ് പിശാച്. He is a liar and a deceiver. പിശാച് കള്ളനും ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാണ്. It's very easy not to even notice how the devil is working. പിശാച് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ പ്രവർത്തിക്കുന്നു. But on Pentecost, Amen. എന്നാൽ ഈ പെന്തക്കോസ്ത് കാലത്ത് Spirit of truth has come. Hallelujah. സത്യത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നിരിക്കുകയാണ്. Spirit of truth has come. Hallelujah. സത്യത്തിന്റെ ആത്മാവ് നമുക്ക് കടന്നു വന്നിരിക്കുന്നു. The Spirit who leads us into all truth, he has come. സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ വന്നിരിക്കുകയാണ്. And he has come to stay in us, to remain in us. Hallelujah. നമ്മളിൽ ജീവിപ്പാൻ, നമ്മളിൽ വസിക്കുവാൻ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. He has come to remain in us. Hallelujah. എന്നിൽ വാസം ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നു. That's why I ask him every day to take control. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവോട് ചോദിക്കുന്നത്, കർത്താവേ അങ്ങ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമേ. You know, one time there was a situation. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. I don't even remember. My hubby said we had some misunderstanding. Amen. ഞാനത് എനിക്ക് ഓർമ്മ പോലും ഇല്ല. പക്ഷേ ഒരു ദിവസം എന്റെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. And I just went to work. I didn't take it serious. ഞാൻ അതിന് വലിയ കാര്യമായിട്ട് എടുത്തില്ല, പക്ഷെ ഞാൻ എന്റെ ജോലി കാര്യങ്ങൾ ഇടപെട്ടു. But my hubby thought, how can she just go and not even say sorry? How she hurt me? How no? എന്നോട് ക്ഷമ പോലും പറയാതെ എങ്ങനെ അത് ഒരു കാര്യമാക്കാതെ പോകാൻ പറ്റി എന്ന് എന്റെ ഭർത്താവ് ചിന്തിച്ചു. And I didn't know that I hurt him. ഞാനത് ചിന്തിച്ച പോലുമില്ല അദ്ദേഹത്തെ എന്റെ വാക്കുകൾ വേദനിപ്പിച്ചു എന്ന്. I was busy. I wanted to go and write books. ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. എനിക്ക് പുസ്തകം എഴുതണമായിരുന്നു. ഞാൻ പുസ്തകം എഴുതാൻ വേണ്ടി പോയി. And my hubby was sitting. എന്റെ ഭർത്താവ് അവിടെ തന്നെ ഇരുന്നു. How can she go? എങ്ങനെ തനിക്ക് പോകാൻ പറ്റും? എന്നോട് സംസാരിക്കാതെ എങ്ങനെ പോകാൻ പറ്റും? And suddenly the Holy Spirit showed him a vision.
പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു ദർശനത്തെ കാണിച്ചു. He saw a plate. താൻ ഒരു പാത്രം കണ്ടു. And he saw orange. An orange that was nicely opened. Amen. അതിനെ പൊളിച്ചു വെച്ചിരിക്കുന്ന ഒരു ഓറഞ്ച് കണ്ടു. There was an orange on the table closed, but he saw that vision. ഒന്ന് അതിനെ തോലെടുത്ത് കളയാത്ത ഒരു ഓറഞ്ചും ഉണ്ട്. So he understood the Holy Spirit tells him, open an orange and bring it to your wife. Amen. പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ചു, ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിനെ തൊലി പൊളിച്ചു കളഞ്ഞ് ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാൻ. Praise God, he obeyed. അദ്ദേഹം അതുപോലെ ദൈവം പറഞ്ഞതനുസരിച്ചു. He brought me the orange. ആ ഓറഞ്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. I said, thank you. I hugged him. I kissed him. ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ആലിംഗനം ചെയ്തു. I didn't even notice I had hurt him. Then he told me. ഞാൻ അദ്ദേഹത്തെ ഹേർട്ട് ചെയ്തു എന്നുള്ള വേദനിപ്പിച്ചു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്നോട് ഉടനെ പറഞ്ഞു. If he had not obeyed that vision, എന്നാൽ ആ ദൈവം പറഞ്ഞ ദർശനത്തെ അങ്ങനെ തന്നെ അനുസരിച്ചില്ലായിരുന്നെങ്കിൽ his heart would have been hurt and he would have withdrawn. തന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടായി താൻ ദൈവം പറഞ്ഞ ചെയ്യാതെ മാറിയിരിക്കുമായിരുന്നു. I didn't notice. I was busy working. ഞാൻ അതിനെ ശ്രദ്ധിച്ചില്ല. ഞാൻ ബിസിയായി എന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. But there would have been a rift between us. പക്ഷെ ഞങ്ങൾ പോലും അറിയാതെ ഒരു വിള്ളൽ ഉണ്ടാകുമായിരുന്നു. Another time I'm always busy. വേറെ സമയത്ത് ഞാൻ വീണ്ടും തിരക്കിലായിരുന്നു. And my hubby got some apple. എന്റെ ഭർത്താവ് ഒരു ആപ്പിൾ കൊണ്ടുവന്നു. And he came and brought me a plate of apple. ഒരു പാത്രത്തിൽ ആപ്പിൾ കൊണ്ടുവന്നു. And I just said, no, not now, thank you. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ വേണ്ട. Okay, thank you. Just thank you, keep it then, not now. അവിടെ വെച്ചോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. And I turned around. ഞാൻ ഇങ്ങനൊന്ന് അതിൽ നിന്ന് മാറി. And the Holy Spirit told me, you hurt him. Amen. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ നിന്റെ വാക്കുകൾ നിന്റെ പ്രവൃത്തി മുഖാന്തരം ഭർത്താവിനെ ഹേർട്ട് ചെയ്തു. I turned around. ഞാൻ വീണ്ടും തിരിഞ്ഞ് and I saw him ഞാൻ അദ്ദേഹത്തെ നോക്കി. putting the plate on the table with such a sad face. വളരെ വിഷമത്തോടെ താൻ പ്ലേറ്റ് ആപ്പിള് മേശപ്പുറത്ത് വെച്ചിട്ട് മാറുന്നത് ഞാൻ കണ്ടു. I said, hubby, I hurt you, no? ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ താങ്കളെ വേദനിപ്പിച്ചു അല്ലയോ? He said, yes. അദ്ദേഹം പറഞ്ഞു, അതെ. I brought it to you with so much love, but you rejected my love. ഞാൻ വളരെ സ്നേഹത്തോടെ താങ്കളുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്, പക്ഷെ അതിനെ റിജക്റ്റ് ചെയ്തു. A daily Pentecost means the Holy Spirit will show you when you cause a hurt. നമ്മൾ എന്നും പെന്തിക്കോസ്ത് അനുഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ നിന്ന് വേദനിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. And it's very easy to change. I said, I'm sorry. Yes, please give me, feed me, and he was happy. Amen. ഞാൻ സോറി എന്ന് പറഞ്ഞ് എനിക്ക് അതിന് ആപ്പിൾ തരാൻ പറഞ്ഞു. ഞാൻ ഭക്ഷിച്ചു. അദ്ദേഹത്തിന് സന്തോഷമായി. Things that can become big problems can be solved so easily by the Spirit of truth. പരിശുദ്ധാത്മാവിന്റെ സത്യത്തിന്റെ ആത്മാവിനാൽ വളരെ പ്രയാസമെന്ന് ചിന്തിക്കുന്നതിനെ വളരെ ലഘുവായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. The love of God has been poured out into your heart by whom? Amen. നിങ്ങളുടെ ഉള്ളിലേക്ക് സ്നേഹത്തിന്റെ ആത്മാവിനെ തന്നത് ആരാണ്? Romans 5 verse 5, who knows it? റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ വാക്യം എത്ര പേർക്ക് അറിയാം? Hope does not disappoint because the love of God has been poured out into our heart by the Holy Spirit who has been given to us. വചനം പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ. By the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ the love of God was poured out. Amen. Amen. പരിശുദ്ധാത്മാവിനാൽ കർത്താവിന്റെ സ്നേഹം നൽകപ്പെട്ടിരിക്കുന്നു. It's not your own love with which you have to try to love somebody. Amen. നിങ്ങളുടെ സ്നേഹം തന്നെ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും എന്നതിലും ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. The love of God poured out into your heart already there. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് മുന്നമേ പകർന്നിരിക്കുന്നു നിങ്ങൾ തിരിച്ചറിയുക. The one thing that you need is the discernment, which again comes from the Holy Spirit. Amen. പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേചനം അത് ദൈവം നൽകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ സമർപ്പിക്കുക. To notice how the devil tries to block the love. Amen. ആ സ്നേഹത്തെ എങ്ങനെ പിശാചിനെ പരിമിതപ്പെടുത്തുവാൻ പറ്റുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. And then the humility of the Holy Spirit. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ താഴ്മയുടെ സ്വഭാവത്തെ പ്രാപിക്കുക. See, only by the Holy Spirit Jesus could lay down his life and die on the cross. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമാണ് തന്റെ ജീവിതത്തെ നമുക്ക് വേണ്ടി മറുവിലയായി നൽകി മരിക്കുവാൻ, ക്രൂശിൽ മരിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. The devil is extremely arrogant. Amen. പിശാച് വളരെ ആക്രോശമായി നിൽക്കുന്നവനാണ്. Jesus, who was anointed by the Holy Ghost, പരിശുദ്ധാത്മാവിനാൽ യേശു നിറയപ്പെടുവാൻ ഇടയായി, and with power,
ദൈവശക്തിയാൽ was very meek and humble and loving. ആമേൻ, താൻ വളരെ സ്നേഹവും സൽസ്വഭാവിയുമായിരുന്നു. By the Spirit of God he could even lay down his life and be obedient unto death. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തന്നെ ക്രൂശ് മരണത്തോളം ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. How was Jesus raised by the dead? എങ്ങനെയാണ് ആമേൻ, എങ്ങനെയാണ് മരണത്തിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചത്? By the Spirit of God. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. By the Spirit of God he could lay down his life. By the Spirit of God he could rise up again. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തനിക്ക് ആമേൻ ആമേൻ മരണത്തെ ജയിക്കുവാനും പറ്റി. Hallelujah. 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 That Spirit of God was poured out into our heart. അതേ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ്. That Spirit of God lives in us every second. ഓരോ നിമിഷവും ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. That Spirit of God leads us into all truth. എല്ലാ സകല സത്യത്തിലും ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നു. Shows us the heart of God, the deep things of the heart of God. 1 Corinthians 2, you know, no? 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു, ആഴങ്ങൾ, ഹൃദയത്തിന്റെ ആഴങ്ങളെ വിവേചിച്ചറിയുന്നതാണ് പരിശുദ്ധാത്മാവ്. Only the Spirit of God knows what is in the heart of God and he shows it to us. Wow. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ളത് പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്തി നമുക്ക് തരുവാൻ കഴിയത്തുള്ളൂ. You know how many Christians and even how many pastors and leaders are very powerful but they don't show the heart of God? നിങ്ങൾക്ക് അറിയാമോ, എത്രയോ ദൈവദാസന്മാരല്ല, എത്രയോ ദൈവമക്കൾ വളരെ ശക്തരായി പുറത്തു കാണിക്കും, പക്ഷെ ഹൃദയത്തിന്റെ അകത്തുള്ള സ്നേഹം വെളിപ്പെടുത്താതെ എത്ര പേരുണ്ടെന്നറിയോ? Sometimes I was sitting in some church waiting to receive the microphone. Amen. I was sitting waiting to be called to preach. Amen. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ചർച്ചിൽ പോയി ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന സമയം വരയ്ക്ക് അവിടെ ഇരുന്നപ്പോൾ And some of the elders were praying. അവിടെയുള്ള സഭയിലെ ചില മൂപ്പന്മാർ പ്രാർത്ഥിക്കാൻ വന്നു. കർത്താവേ, like with all the holy voice, you know, and with very special, no? And the Holy Spirit showed me the vision of the video of what is going on in his marriage, with his children, in his family. Sometimes he showed me some sin with some other lady. I could hear their anointed voice and I could see how they were living. ചില അനോയിന്റഡ് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ അതിനെ they understood Pentecost language. Everybody understood Pentecost language. ആ ലാംഗ്വേജിലൊക്കെ ഉള്ള പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറമേ നല്ല പൂശിയ രീതിയിലുള്ള വാക്കുകളും മനസ്സിലാവുന്ന കണ്ണരസമായ വാക്കുകളൊക്കെ പറയുന്നുവെങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് മുറിപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ ഉള്ളതും ദൈവഹിതമല്ലാത്ത ജീവിതങ്ങൾ അനുവദിക്കുന്നതും ഉള്ള കാര്യങ്ങൾ കർത്താവിന് ഒരു കാഴ്ചയായിട്ട് കാണിച്ചു. See, Pentecostal language should have a Pentecostal lifestyle. Wow. Pentecostal ഭാഷയ്ക്ക് പെന്തിക്കോസ്റ്റൽ ജീവിതവും ഉണ്ടാകണം. Amen. A Pentecostal lifestyle. പെന്തിക്കോസ്റ്റൽ ജീവിതം നമുക്ക് ഉണ്ടാകണം. It's only possible if we allow the spirit of Pentecost to take control of us. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിച്ചാലേ അങ്ങനത്തെ ഒരു ജീവിതചര്യ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. Hallelujah. See, the devil is a liar and deceiver. He will try to draw us somehow into his kingdom. Amen. പിശാച് ഭോഷ്കാണ്, ഭോഷ്കിന്റെ അപ്പനാണ്. അങ്ങനെ ചെയ്ത് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ അറിയാതെ വലിച്ചെടുക്കും. Somehow pollute our mind. നമ്മുടെ മനസ്സിനെ ഇല്ലാതാക്കി കളയും, നശിപ്പിച്ചു കളയും. When he can pollute our mind, he can pollute our heart. നമ്മുടെ ചിന്താഗതികളെ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും ഇല്ലാതാക്കി നഷ്ടമാക്കി കളയുവാൻ കഴിയും. He can destroy our life. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. And then from the abundance of the heart the mouth speaks. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കുമ്പോൾ and starts polluting other people also. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെയും കളങ്കപ്പെടുത്തുവാനിടയാകും. Somebody starts watching some devil junk. ദൈവഹിതമല്ലാത്ത പിശാചിന്റെ ചിന്തയിലുള്ള കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ കാണാൻ തുടങ്ങുമ്പോൾ pornography. Amen. Pornography കാണുമ്പോൾ their mind gets polluted. അവരുടെ മൈൻഡ് കളങ്കമുള്ളതായി മാറുന്നു. Their heart gets hardened. അവരുടെ ഹൃദയം hardened ആയി മാറുന്നു, കഠിനമായി മാറുന്നു. They will see a woman only as a sex object when they go into pornography. നമ്മൾ അങ്ങനത്തെ പോർണോഗ്രഫി എന്ന ഒരു ചിന്തയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ കാഴ്ചകളിലേക്ക് നമ്മുടെ സെഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഒരു സഹോദരി, ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരു സെക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രം കാണുകയാണ് ആ വ്യക്തിയിൽ. The heart changes. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്താഗതികൾ മാറുന്നു. The heart gets hardened. ഹൃദയം കഠിനമായി മാറുന്നു. They don't see the woman as a vessel of honor. They see the woman as an object
object I can use and throw. Amen. ഒരു മാന്യപാത്രമാണ് ഒരു സ്ത്രീ എന്ന് കാണാതെ, വേദപുസ്തക അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാണാതെ, Amen, മറ്റുള്ള കാര്യത്തിൽ, Amen, ഒരു ഫിസിക്കൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമായി കാണുകയാണ്. That comes by the deception of the devil. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്, വഞ്ചനയാണ്. But the Holy Spirit is the Spirit of truth. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്നു. The Holy Spirit stands against the deception of the devil. പരിശുദ്ധാത്മാവ്, Amen, പിശാചിന്റെ ചിന്തകൾക്കും പിശാചിന്റെ, Amen, കള്ളത്തരത്തിനും ഡിസെപ്ഷനും വഞ്ചനയ്ക്ക് വിരോധമായി നിൽക്കുകയാണ്. If you live in this Pentecost, in this constant Holy Spirit life, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ലൈഫിലെ ലൈഫ് സ്റ്റൈലായി മാറി കഴിയുമ്പോൾ, even somebody who already has that hardened heart and comes and show you, see, wow, the girl, you will reject it. ഒരു കഠിന ഹൃദയം ഉള്ള വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് കണ്ടില്ലയോ, ഈ സ്ത്രീയെ കണ്ടില്ലയോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പോലും നിങ്ങൾക്ക് അതിനെ വെറുക്കുവാൻ, എതിർക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കും. You will not allow your heart to be hardened and polluted. Amen. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ അങ്ങനെ കളങ്കപ്പെടുത്തുവാൻ ആഗ്രഹിക്കില്ല. You will keep the real love of God. നിങ്ങൾ യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ നിലനിർത്തുവാൻ ആഗ്രഹിക്കും. God in your heart. ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ നിലനിർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കും. You can resist the devil. നിങ്ങൾക്ക്, Amen, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയും. You resist the devil by walking in the Spirit. ആത്മാവിൽ നിങ്ങൾ നടക്കുമ്പോൾ പിശാചിനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയും. Galatians 5:16 is a very important scripture. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 വാക്യത്തിൽ വചനം പറയുന്നു. You know what the apostle Paul tells us? അപ്പോസ്തലനായ പൗലോസ് എന്ത് പറയുന്നറിയുമോ? Walk in the Spirit. വചനം പറയുന്നു, Amen, ആത്മാവിൽ നടക്കുക. Walk in the Spirit. ഇത് ദുഷ്കാലമാകിയാൽ ആത്മാവിൽ നടക്കുക. Then you will not fulfill the desires of the flesh. Amen. അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ അനുസരിച്ചാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ നിവർത്തിക്കുകയില്ല. Hallelujah. Hallelujah. The devil tempts you with adultery. Amen. The devil tempts you with adultery. Amen. പിശാച് നിങ്ങളെ, Amen, അഡൾട്ടറിയിൽ, Amen, വ്യഭിചാരത്തിൽ, Amen, പ്രലോഭനം നൽകുമ്പോൾ, the devil tempts you with money or fame or whatever. കാശിലോ അല്ലെങ്കിൽ ഉയർച്ചയിലോ നിങ്ങളെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നൽകുമ്പോൾ, It's all in the fleshly world, no? നമ്മൾ സ്വാഭാവികമായിട്ടുള്ള കാലത്തിൽ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ വേൾഡ് നമുക്കത് കാണുവാൻ, ഭൗതിക ലോകത്ത് കാണാൻ കഴിയുന്നു. ആത്മാവിൽ നമ്മൾ ജനിക്കുമ്പോൾ You will not fulfill all these desires. ഈ കാര്യങ്ങളൊന്നും നമ്മൾ നിവർത്തിക്കാൻ പോകത്തില്ല. It's not even a desire. അത് നമ്മൾക്ക് അതൊരു ചിന്ത പോലും, ഒരു ആഗ്രഹം പോലും ആയിരിക്കത്തില്ല. It's not even a temptation. അതൊരു പ്രലോഭനം പോലും നമുക്ക് ആകത്തില്ല. Because when you walk in the Spirit, നമ്മൾ ആത്മാവിൽ നടക്കാൻ തുടങ്ങുമ്പോൾ you see heaven. നമ്മൾ സ്വർഗ്ഗത്തെ കാണുന്നു. You live in a different atmosphere. നിങ്ങൾ ജീവിക്കുന്നത് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിലാണ്. You carry this worship atmosphere from here outside. ഇവിടെ മാത്രമല്ല ആരാധനയുടെ അന്തരീക്ഷം, നിങ്ങൾ പുറത്തും ആരാധനയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കും. Hallelujah. Amen. You are this temple, this worship house, and outside for those who don't know you. Amen. നിങ്ങൾ ഇതിനകത്ത് ആരാധിക്കുമ്പോൾ നിങ്ങൾ ഒരു ആരാധനാലയമായി യേശുവിനെ അറിയാത്തവർക്ക് നിങ്ങൾ തീരുകയാണ്. Hallelujah. You know, I praise and worship everywhere. Amen. നമുക്ക് എല്ലായിടത്തും ആരാധന, Amen, praise and worship ഉണ്ട്. In any restaurant I go to bathroom, എന്നാൽ ഇവിടെ മാത്രം ഞാൻ ബാത്റൂമിൽ പോയാലും ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കും. Sometimes people are outside. Amen. പുറത്തുള്ള ആൾക്കാർ എന്നോട് ഇങ്ങനെ നോക്കാറുണ്ട്, ശ്രദ്ധിച്ചു നോക്കാറുണ്ട്. I'm a heavenly creature, no? ഞാൻ ഒന്നും കാര്യമാക്കുന്നില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട വ്യക്തിയാണ്. There's worship in heaven, no? ഞാൻ എപ്പോഴും സ്വർഗത്തിൽ എവിടെയും ആരാധനയില്ലയോ? It's my normal lifestyle, no? ഇത് എന്റെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലാണ്. Hallelujah. Hallelujah. When you walk in the Spirit, you walk in the heavenlies. Amen. ഞാൻ ആത്മാവിൽ നടക്കുമ്പോൾ നമ്മൾ സ്വർഗീയ അനുഭവത്തിൽ നടക്കുകയാണ്. When you walk in the Spirit, you are anytime ready to be used by the Lord. Amen. Amen. പരിശുദ്ധാത്മാവിൽ നമ്മൾ നടക്കുമ്പോൾ ഏത് നിമിഷവും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായി നടക്കുകയാണ്. Hallelujah. We all know Acts 1:8, no? Acts 1:8. അപ്പോസ്തലപ്രവൃത്തിയിൽ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. You shall receive power when the Holy Spirit has come upon you. You shall be my witnesses in Judea, Samaria, and to the ends of the earth. Jerusalem first, Jerusalem, Judea, Samaria, and to the ends of the earth. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. You shall be my witnesses. ആമേൻ. നിങ്ങൾ എന്റെ സാക്ഷികളാകുക. This power, these fire tongues that burn whatever the devil has tried to put. സ്വർഗീയ അഗ്നി നമ്മുടെ മേൽ പകരുകയാണ്, പകർന്നിരിക്കുകയാണ്. ആമേൻ. പിശാചൻ
നമ്മളുടെ അടുത്തേക്ക് വരുവാൻ കഴിയുന്നില്ല. In Pentecost there is tongues of fire that Amen. came. പെന്തിക്കോസ്ത് നാളിൽ വചനം പറഞ്ഞിരിക്കുന്നു, അഗ്നി പിളർന്ന നാവുകൾ അവരുടെ മേൽ വന്ന് പതിച്ചു. The Holy Spirit taking care of your tongue and making you to speak in God's language instead of your fighting language. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിന്റെ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത് നിങ്ങളുടെ വഴക്കുണ്ടാക്കുന്ന നാക്കിനെ മാറ്റി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകുകയാണ് പെന്തിക്കോസ്ത് അനുഭവം വരുമ്പോൾ. What a glory, what a glory. എത്രയും മനോഹരമായ മഹത്വരമായ അനുഭവമാണിത്. We have one couple in our camp in Pundi. ഞങ്ങളുടെ ക്യാമ്പിൽ ഒരു കപ്പിൾ കടന്നു വരുവാനിടയായി. She is from Andhra, he is from Karnataka. ആ ദമ്പതികളിൽ സഹോദരൻ ഭർത്താവ് ആന്ധ്രയും ഭാര്യ കർണാടകക്കാരിയാണ്. And you know when they fight, അവര് വഴക്കുണ്ടാക്കുമ്പോൾ, when they really get angry, അവര് ദേഷ്യപ്പെടുന്ന സമയത്ത് she speaks her language and he shouts in his language. ദേഷ്യം വരുമ്പോൾ രണ്ടുപേരും രണ്ട് ഭാഷയിൽ സംസാരിക്കും. And after some time they all start laughing. അത് കഴിയുമ്പോൾ രണ്ടുപേരും ചിരിക്കും. And they say same to you because they don't understand what the other one says. രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ തമ്മിൽ അറിയാത്തതുകൊണ്ട് അവരെ നോക്കി ഒറ്റ വാക്ക് ഇംഗ്ലീഷിൽ പറയും, സെയിം ടു യു, ഇത് പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ തന്നെ എന്ന് പറയും. Very sweet couple. വളരെ സ്നേഹമുള്ള ദമ്പതികളാണ്. See, they shout at one another because they don't understand one another. It's very easy to solve it. തമ്മിൽ അറിയാത്തത് കൊണ്ട്, ഭാഷ അറിയാത്തത് കൊണ്ട് വളരെ എളുപ്പമാണ് അതിനെ സോൾവ് ചെയ്യാൻ. Next time when you want to fight, നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ fight in tongues. അന്യഭാഷയിൽ വഴക്കുണ്ടാക്കുക. Have you ever tried that? നിങ്ങൾ എപ്പോഴെങ്കിലും അതൊന്ന് പരിശീലിച്ചിട്ടുണ്ടോ? You know, tongues is the spiritual language, no? Amen. Tongues, അന്യഭാഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ ഭാഷയാണ്. So if you should fight with your spouse, നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ നിങ്ങൾ വഴക്കുണ്ടാക്കണമെങ്കിൽ some demon influence will be there, no? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പിശാചിന്റെ സ്വാധീനം കൊണ്ടാണല്ലോ വഴക്കുണ്ടാക്കുന്നത്. Some devil that tries to irritate you and put you against one another. Amen. നിങ്ങളുടെ സ്നേഹത്തിന് വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി പിശാച് പ്രേരിപ്പിക്കുന്നതാണല്ലോ. Start shouting in tongues. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അന്യഭാഷയിൽ വഴക്കുണ്ടാക്കുക. The devil will understand it, will go. പിശാചിന് മനസ്സിലാക്കാത്തോണ്ട് പിശാച് പൊക്കോളും. And he will not hurt your spouse, you know. Amen. You will not hurt your spouse. ഒരിക്കലും അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ മുഖാന്തരം നിങ്ങളുടെ ഭാര്യയെ ഭർത്താവിനെ നിങ്ങൾ വേദനിപ്പിക്കത്തില്ല. You know what happened when you get angry? You shout and you speak words that hurt your spouse very deeply, and then later you regret, but the words were spoken and the spouse will not forget. നിങ്ങൾക്കറിയോ, ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്പോഴും കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ വായി വരുന്ന എന്തും പറയും. അത് കഴിഞ്ഞതിന് ശേഷം മുറിവേറ്റ് വളരെ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. You are nothing in my life. 2 years I had that hurt. I had 2 years that hurt when this guy said you are nothing in my life. മനസ്സിലായി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി, ഒരു ദൈവ മനുഷ്യനാണ്, അദ്ദേഹം എന്നെ നോക്കി, നീ എൻ്റെ ജീവിതമായിട്ട് നിനക്ക് ഒരു ബന്ധമില്ല, എന്തിനാ ഈ പാസ്വേഡ് അറിയുന്നതെന്ന് ചോദിച്ചത്. 2 വർഷമായിട്ട് അതെന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. 2 years. So sometimes we speak words that is really so much deep hurt. വളരെ ആഴമായി മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. Don't do it. ചെയ്യരുത്. When you have to shout in tongues. അതുകൊണ്ട് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണമെങ്കിൽ ഇന്നു മുതൽ അന്യഭാഷയിൽ വഴക്കുണ്ടാക്കുക. The Holy Spirit language is there even for that. പരിശുദ്ധാത്മാവിന്റെ ഭാഷ നൽകിയിരിക്കുന്നതിന് വേണ്ടിയാ. It's a spirit language, so the fight will happen in the spiritual realm. ആമേൻ. ആത്മമണ്ഡലത്തിൽ യുദ്ധം നടന്നുകൊള്ളുന്ന ഈ ആത്മാവിൽ അങ്ങ് അന്യഭാഷ പറഞ്ഞാൽ, hallelujah, that devil will get a nice beating. പിശാചിന് നല്ല തല്ല് കിട്ടിക്കോളും ദൈവത്തിൽ. And he will think about if you should disturb your marriage again. ആമേൻ. ആമേൻ. വളരെ ശ്രദ്ധിക്കണം. ആമേൻ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പിശാച് പിന്നെ രണ്ടാമതൊന്ന് ചിന്തിക്കും, ഇനി ഇവരുടെ കുടുംബത്തെ ഇനി ഞാൻ ഇടപെടണോ വേണ്ടിയോ എന്ന്. They will beat me when I go there. പിശാചിന് ഭയമായി മാറും, ഇനി ഇതിനകത്ത് ഇടപെടാൻ എനിക്ക് പറ്റത്തില്ലെന്ന്. You know, I had a vision one time. I saw a couple fighting. ഞാൻ ഒരു ദിവസം ഒരു ദമ്പതികൾ വഴക്കുണ്ടാക്കുന്ന കണ്ടു. Shouting, fighting. You shout at me, fight with me. Come shout, yeah, fight. Come shout at me, fight. Fight. Not in tongues, no. You whatever. And you know, I saw a demon standing there laughing, enjoying. ഞാൻ ആത്മാവിൽ കണ്ടത് ആ നവദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ പിശാചുകൾ വന്ന് നിന്ന് സന്തോഷിക്കുന്ന ഞാൻ കാണുകയാണ്. അത് കണ്ട് സന്തോഷിക്കുന്ന ഞാൻ കാണുക. That couple was giving a cinema performance to that devil. പിശാചിന്റെ ഇവർ രണ്ടുപേരും കൂടെ നവദമ്പതികൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ദമ്പതികൾ അവർക്കൊരു സിനിമ കാണിക്കും പോലെ അവരുടെ വഴക്ക് കാണിച്ചു കൊടുക്കുക. And they didn't notice that there was a demon. പിശാച് അവിടെ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാതെ ചെയ്യുക. And then suddenly one of the two saw, hey,
there's somebody laughing, there's a demon here. Amen. അതിന്റെ അകത്തുനിന്ന് ഈ ആ ദമ്പതികളിൽ ഒരാൾ പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിശാച് നിൽപ്പുണ്ട്. And then അത് ചിരിക്കുക. instead of this fighting, ഈ ഉടനെ ഇവർ വഴക്കുണ്ടാക്കുന്നതിന് പകരം they took hands അവർ കൈ കൊടുത്തു. and they stood like that. അവർ ഒരുമിച്ച് നിന്നു. And they turned against that devil. ആ പിശാചിനെ എതിർത്ത് നിന്നിട്ട് And they started fighting. You devil, you get out of here. എന്നിട്ട് പിശാചിനോട് പറഞ്ഞു, പിശാചേ നീ പുറത്തു പോകുക എന്ന് പറഞ്ഞു. See, they turned their attention to the right place where the fight came from. എവിടെ നിന്നാണ് ആ വഴക്കുണ്ടായത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങി. How many unnecessary hurts? എത്ര ആവശ്യമില്ലാത്ത മുറിവുകൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. How many fights because you don't notice that's the devil instigating it. പിശാച് ആരംഭിക്കുന്നതാണെന്ന് തിരിച്ചറിയാത്ത എന്തുമാത്രം യുദ്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. If you want to fight, fight in tongues. Amen. അതുകൊണ്ട് യുദ്ധം ചെയ്യണമെങ്കിൽ ഇനി മുതൽ എന്ത് ചെയ്യണം? വഴക്കുണ്ടാക്കണമെങ്കിൽ അന്യഭാഷയിൽ വഴക്കുണ്ടാക്കുക. It will be the spiritual words for the spiritual world. അപ്പോൾ ഒരു ഇതൊരു ആത്മീയ ലോകത്തിൽ ആത്മാവിന്റെ യുദ്ധമായി മാറും. And the devil has to go. പിശാചിന് പോയേ പറ്റത്തുള്ളൂ. Fill your house with the presence of God. ദൈവ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ ഭവനത്തെ നിറയ്ക്കുക. If you carry this presence of the Holy Spirit outside, നിങ്ങളുടെ ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുക. people will come to you. നിങ്ങളുടെ അടുത്തേക്ക് ജനം കടന്നു വരും. Yesterday in the hotel, there was in the lift there was a young man. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ എന്റെ ലിഫ്റ്റിൽ എന്റെ കൂടെ ഒരു യങ് മാൻ, ഒരു യുവാവ് യാത്ര ചെയ്തു. African, and he was carrying the food. He was a hotel boy, no? He was carrying the food for some room. ഏതോ റൂമിലേക്ക് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റർ ആയിട്ട് നിന്ന ഒരു ആഫ്രിക്കൻ സഹോദരനായിരുന്നു. So I said, "Oh, what did you cook for us? Are you feeding us today?" ഞാൻ വളരെ സ്നേഹത്തോട് ചോദിച്ചു, ഞങ്ങൾക്കാണ് ഫുഡ് തരാൻ പോകുന്നത്, ഞങ്ങൾക്ക് എന്ത് ഫുഡാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചു. I always joke with people, no? ഞാൻ ആൾക്കാരോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കും. എന്തോ ഞങ്ങൾക്കാണോ ഫുഡ്, എന്തുവാണ് ഇതെന്ന് ചോദിച്ചു. He said, "Yeah, the room asked." ഒരു റൂമിൽ ഇങ്ങനെ ചോദിച്ചു, "Where are you from?" നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ ചോദിച്ചു. He said, "From Rwanda." ഞാൻ Rwanda എന്ന രാജ്യത്ത് നിന്നാണെന്ന് എന്നോട് പറഞ്ഞു. Rwanda had a very horrible war some years ago, decades ago, horrible war. So I asked, "How are you now? How is the nation? How is politics? How are people? How is everything?" ആ രാജ്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ചില യുദ്ധം ഉണ്ടായി. ഇപ്പൊ എങ്ങനെയുണ്ട് ആ രാജ്യം? സമാധാനമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. And he was touched that I asked about the nation. ഞാൻ രാജ്യത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ഒന്ന് സ്പർശിക്കപ്പെട്ടു. And then I asked him, "Are you a Christian?" ഞാൻ ചോദിച്ചു, താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണോ? He said, "No, I'm a Muslim." അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. But many of my family members are Christians. അദ്ദേഹം പറഞ്ഞു, എന്റെ കുടുംബത്തിലുള്ള പല വ്യക്തികളും ക്രിസ്ത്യാനികളാണ്. And he said, they say they are born again. അവർ പറയാറുണ്ട്, അവർ ബോൺ അഗൈൻ ആണെന്ന് പറയാറുണ്ട്. I said, വീണ്ടും ജനം പ്രാപിച്ചവരാണ്. Very good, we are also born again. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, ഞാനും വീണ്ടും ജനം പ്രാപിച്ച വ്യക്തിയാണ്. You know what he said? നിങ്ങൾക്കറിയോ അദ്ദേഹം എന്ത് പറഞ്ഞെന്ന്? That's why you have so much joy in your face. അതുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമുള്ളതെന്ന് പറഞ്ഞു. Hallelujah. See, people recognize the life of God in you. ക്രിസ്തുവിന്റെ ജീവിതം ശ്രദ്ധിക്കുക, മറ്റുള്ള വ്യക്തികൾ തിരിച്ചറിയുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് മാറട്ടെ. We were just running, we were busy time, no? This man is working. He says he could see the joy in us. നമ്മൾ വളരെ ബിസിയായിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിലും ആ വ്യക്തി എന്നെ നോക്കിയിട്ട് പറഞ്ഞതല്ലേ, ക്രിസ്തുവിന്റെ സ്നേഹം അല്ലെങ്കിൽ സന്തോഷം നിങ്ങളിൽ കൂടെ പ്രതിഫലിക്കുകയാണെന്ന്. We couldn't pray because these people opened the door, so he went inside. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, കാരണം അത് പെട്ടെന്ന് അവിടെ എത്തിയ സമയത്ത് ഡോർ തുറന്ന് അവര് അകത്തേക്ക് ഫുഡ് കൊടുക്കേണ്ടി വന്നു. I told him, you ask your born again people, they will explain to you. Jesus will also give you this joy. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിലുള്ള വീണ്ടും ജനം പ്രാപിച്ചവരോട് നിങ്ങൾ സംസാരിക്കുക, അവർ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്കും ആ സന്തോഷം കടന്നു വരും. Walk in the spirit. ആത്മാവിൽ നടക്കുക, ആ സന്തോഷത്തെ ചുമക്കുക. Be his witness. Amen. അവന്റെ സാക്ഷിയായി തീരുക. Actually be his power witness. അവന്റെ ശക്തിയുള്ള സാക്ഷിയായി തീരുക. The next sick people you see, just start talking to them. Amen. ഒരു രോഗമുള്ള വ്യക്തിയെ കണ്ടാൽ അവരോട് സംസാരിക്കുക. Sometimes we cannot talk, we cannot give a gospel clearly. ചിലപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് വ്യക്തിപരമായി സുവിശേഷം പറയാൻ പറ്റത്തില്ലായിരിക്കാം. Sometimes I just lay my hands on them. ചില സമയത്ത് ഞാൻ അവരുടെ മേൽ കൈവയ്ക്കും. Sometimes I say, "Can I do a massage?" ഞാനൊരു മസാജ് ചെയ്യട്ടെ എന്ന് ഞാൻ പറയും. Holy Spirit touch them. Holy Spirit touch them. Holy Spirit. ഞാൻ അങ്ങനെ എന്നിട്ട് പറയും, പരിശുദ്ധാത്മാവേ തൊടണമേ, പരിശുദ്ധാത്മാവേ തൊടണമേ. I had people tell me, your hands are burning. What are you doing? Who are you? ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, നിന്റെ കൈകൾ കത്തുന്ന പോലത്തെ ഒരു ചൂട് എനിക്ക് അനുഭവിക്കും. നിങ്ങൾ ആരാന്ന് ചോദിക്കും. Who are you, they ask. നിങ്ങൾ ചില ആൾക്കാർ ചോദിക്കണം, താങ്കൾ ആരാണ്? How such a fire comes through my hands? എങ്ങനെ നിങ്ങളുടെ കൈ കൂടെ ആ തീ വരുന്നത്? And then when they ask you, you can say, "I'm a child of God."
അവർ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഞാനൊരു യേശുവിന്റെ മകനാണ്, മകളാണ്, ഞാൻ യേശുവിന്റെ ദാസനാണ് എന്ന് പറയാം. When they ask you, you can answer no. അവർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാമല്ലോ. You carry his presence. നിങ്ങൾ അവന്റെ സാന്നിധ്യത്തെ ചുമക്കുന്നവരാണ്. You are his witness. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. Even unto the ends of the earth. Amen. ഭൂമിയുടെ അറ്റത്തോളം. You will make that place of one accord and of unity where the Holy Spirit feels at home. ഐക്യതയുടെ ഒരു അന്തരീക്ഷത്തെ നമുക്ക് കൊണ്ടുവരാം. ദൈവ സാന്നിധ്യം നിറഞ്ഞ ഭവനങ്ങളാക്കി മാറ്റാം. And he comes like a mighty rushing wind. Amen. ശക്തിയുള്ള കാറ്റായി. He kicks out the junk. Amen. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് അനാവശ്യമായതിനെല്ലാം ചവിട്ടി പുറത്താക്കുന്നു. You know when a mighty wind comes and much junk is on the street somewhere. നമുക്കറിയാം ശക്തിയുള്ള ഒരു കൊടും കാറ്റടിച്ചാൽ അവിടെയുള്ള അഴുക്കൊക്കെ പാറിപ്പോകുന്നത് കണ്ടിട്ടില്ലയോ? Everything clean. എല്ലാം ക്ലീൻ ആയി മാറുന്നത് കണ്ടിട്ടില്ലയോ? Everything went. എല്ലാം നന്നായിരിക്കുന്ന കണ്ടിട്ടില്ലയോ? He comes like this mighty rushing wind. അവൻ ശക്തിയുള്ള ഒരു കാറ്റായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. He cleanses your life, he cleanses your relationships, everything he cleanses. നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങളെ എല്ലാം കർത്താവ് ശുദ്ധീകരിക്കുന്നു. He comes like a fire. ഒരു തീയായി കടന്നു വരുന്നു. Reinhard Bonnke, you know what he said one day? Reinhard Bonnke അവர்கள் എന്തു പറഞ്ഞെന്നറിയോ ഒരു ദിവസം? We all have our own private personal nuclear plant. Amen. നമ്മുടെ ഉള്ളിൽ നമുക്ക് വ്യക്തിപരമായി ഒരു വ്യക്തിയും ഒരു ന്യൂക്ലിയർ പ്ലാന്റ് നമ്മുടെ മേലുണ്ട്. He was dancing and showing the flame of fire on his head. എന്നിട്ട് അദ്ദേഹം വളരെ ഒരു നൃത്തത്തിന്റെ രൂപേണ അദ്ദേഹം പറഞ്ഞു, ഒരു അഗ്നി പിളർന്ന നാവ് എന്റെ മേൽ അത് പതിച്ചുകൊണ്ടിരിക്കുന്നു. This is your daily life. അത് നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിലുമുണ്ട്. Daily Pentecost. അനുദിന ജീവിതത്തിൽ പെന്തക്കോസ്ത് അനുഭവം. Flame of fire on you. Amen. അഗ്നി പിളർന്ന നാവുകൾ നമ്മുടെ തലയ്ക്ക് മീതെ. Your daily Pentecost is the Holy Spirit taking control of this tongue here. Amen. എല്ലാ ദിവസവും പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ നാവുകളെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ്. You know James chapter 3, no? Amen. യാക്കോബ് ലേഖനം 3-ാം അധ്യായം നമുക്കറിയാമല്ലോ. You know the chapter about the tongue, no? Amen. നാവിനെ പറ്റി വചനം പറഞ്ഞിരിക്കുന്നത് അറിയാമല്ലോ. I spoke so much about tongue and about relationships. Amen. നാവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടുംബ ജീവിതങ്ങളിലുള്ള വിള്ളലുകളും അതിന്റെ നന്മയും എല്ലാം ഞാൻ ഒത്തിരി പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. You all look very holy and very good. നിങ്ങളെല്ലാം വിശുദ്ധരായി നല്ല സന്തോഷമായി ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. But the Holy Spirit knows your hearts. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ അറിയാം. Who can say today God spoke to me? ഇന്ന് എത്ര പേര് പറയും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നുണ്ട്? Thank you, Holy Spirit. Amen. You know, we had a couple in our school. ഞങ്ങൾ നടത്തിയ സ്കൂളിൽ ഒരു ദമ്പതിയുണ്ട്. Such a problem case, we wanted to send them. All the time fighting, we wanted to send them. തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ക്യാമ്പിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു ചിന്തയായിരുന്നു. But then I thought about the differences between men and women. ഞാൻ ആണും പെണ്ണും തമ്മിലുള്ള അവരുടെ വ്യത്യാസം എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു. And I gave them a homework. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹോംവർക്ക് നൽകി. The whole class. ആ സ്കൂൾ മുഴുവനും എല്ലാവർക്കും പഠിപ്പിച്ചു. Okay, you just sit somewhere. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിരിക്കുക. One prayer and then you start talking. ഒരു പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. Invite the Holy Spirit. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യണം. And then one person says, you know, what you did, what you said in that day, it hurt me very deeply. എന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഏത് വാക്കാണ് നിങ്ങൾ ഹേർട്ട് ചെയ്തത് എന്ന് നിങ്ങൾ എഴുതണം. Just tell the other person that hurt me. Amen. ഈ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു നിങ്ങൾ പറയണം. You know how many times that other person will say, I said that? ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് തമ്മിൽ ചോദിക്കാൻ തുടങ്ങിയ ആൾക്കാർ. When did I say that? ഞാൻ എപ്പോഴാ അത് പറഞ്ഞു? They forget it. പറഞ്ഞതിന് ശേഷം ഉടനെ They don't even know. നമ്മൾ അതിനെ ഓർക്കുന്ന പോലുമില്ല. Okay, if that is the case, then okay, I'm very sorry I said that. I didn't take it serious. Please forgive me. Okay, അതാണ് കാര്യമെങ്കിൽ ശരി, ഞാൻ സോറി, ഞാൻ അത്ര വളരെ സീരിയസ് ആയിട്ട് ആ വിഷയം എടുത്തില്ലായിരുന്നു. Sometimes ചില സമയത്ത് they will say, I said it because you said that. ചില സമയത്ത് ഇങ്ങനെ പറയും, ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. That's not allowed. അത് അനുവദനീയമല്ല. First of all, you say, I'm very sorry for hurting you. നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഞാൻ സോറി എന്ന് ആദ്യം പറയണം. Please forgive me. എന്നോട് ക്ഷമിക്കണം. And if needed, you can pray. അതിനുശേഷം പ്രാർത്ഥിക്കണം. So that person said one hurt. Now this person will say one hurt. ഇനി അടുത്ത ആള് അവർക്കുള്ള ഒരു മുറിവിനെ പറ്റി So പറയുക. this person can say, I said I like that because I was so hurt by what you did. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ മുഖാന്തരം എനിക്ക് ഒത്തിരി വേദന ഉണ്ടായി എന്ന് അടുത്ത് പറയുമ്പോൾ It can go over days. ദിവസങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും.
You know what is this kind of work? നിങ്ങൾക്ക് അറിയാമോ ഇങ്ങനത്തെ പ്രവൃത്തികൾ വെളിപ്പെട്ടാൽ? You know the wells of Isaac, how the Philistines had put all the stones inside? നിങ്ങൾക്കറിയോ എങ്ങനെയാണ് ഇസഹാക്ക് കുഴിച്ച കുഴികളിൽ ഫെലിസ്തീയർ വന്ന് അതിനെ മൂടിക്കളയുവാൻ കല്ലുകൾ ഇട്ടെന്ന്? And the life couldn't flow, the water couldn't അതുകൊണ്ട് flow. ഉറവകൾ പുറത്തു വരാൻ പറ്റാതെ അടുങ്ങിപ്പോയതായിട്ട് വചനം പറയുന്നു. That's what happens in our lives if we are not careful. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ We സാധ്യതയുള്ളത്. allow the small things and it blocks our joy, it blocks our life, it blocks the spirit കുഞ്ഞു flow. കാര്യങ്ങളെ നമ്മൾ അനുവദിച്ച് ദൈവിക സന്തോഷം പുറത്തു വരുവാൻ അനുവദിക്കാതിരിക്കുന്നു. So you know, some people, when one person says this hurt me, Amen. ഒരു വ്യക്തി ഇതെന്നെ വേദനിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ the other person says, what a bad Christian you are. You are not at all. You have to forgive. No, you are a Christian. No, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? അങ്ങനെയാണോ നിങ്ങളെ സ്വഭാവം കാണിക്കട്ടെ, നിങ്ങളത് വിട്ടുകളയണം എന്നൊക്കെ മറ്റേ ആൾ പറയും. You are not allowed to justify. You are not allowed to attack. അന്നത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾ തന്നെ നീതിമാനാക്കി മാറ്റാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്യുക, അതിനെ തിരുത്തുക. Just have that humility to say, oh really it hurt you, I didn't know this will hurt you, I'm sorry. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചായിരുന്നു അല്ലേ, ശരി, സോറി എന്ന് പറയുക. So many tears will flow. അത് അപ്പോൾ ഒത്തിരി പേരെ കണ്ണുകൾ നിറയുന്ന കണ്ടില്ല. Pray for one another. എന്നിട്ട് തമ്മിൽ പ്രാർത്ഥിക്കുക. Pray for inner healing. അകത്ത് ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Pluck out these stones. ഈ വേദനകൾ മുള്ളുകൾ എടുത്തു കളയുക. Let the well again spring forth. വീണ്ടും ആ കിണറുകളിൽ ഉറവകൾ ഉണ്ടാകട്ടെ. The joy of your salvation. സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, രക്ഷയുടെ അനുഭവം ഉണ്ടാകട്ടെ. The rivers of living water. ആമേൻ. ജീവജല നദികൾ ഒഴുകട്ടെ. Let them flow again. Let them flow അത് again. വീണ്ടും ഒഴുകി തുടങ്ങട്ടെ. You know that fighting couple? നിങ്ങൾക്കറിയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വഴക്കുണ്ടാക്കിയ ദമ്പതികളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നറിയോ? We saw them sitting somewhere and talking. Amen. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു, ഒരു സ്ഥലത്ത് മാറിയിരുന്ന് അവർ തമ്മിൽ സംസാരിച്ചിരിക്കും. There were so many hurts inside. When there's a hurt inside, one small word. Amen. ആദ്യം സമയങ്ങളിൽ ചെറിയൊരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ദേഷ്യം കാണിക്കുമായിരുന്നു. If you have a wound, നിങ്ങൾക്ക് ഒരു മുറിവുണ്ടായാൽ, and there's pus inside, Amen, അതിനകത്ത് Amen പഴുപ്പുണ്ടെങ്കിൽ, the skin has already grown, it's not even visible anymore. Amen, നിങ്ങൾ അതിന്റെ മേൽ കൂടെ Amen ചത Amen അല്ലെങ്കിൽ സ്കിൻ വളർന്നു കഴിഞ്ഞ് അതിന്റെ പഴുപ്പ് കാണാൻ പറ്റാതിരിക്കും. From outside it looks good. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. But when you touch it, എന്നാൽ അതിനെ തൊടുമ്പോൾ പെട്ടെന്ന് വേദന ഉണ്ടാവും. that happens inside. അതേ അനുഭവമാണ് അകത്ത് ഉണങ്ങാതിരുന്നാൽ, മുറിവ് ഉണങ്ങാതിരുന്നാൽ. You made a skin to grow over it, but the hurt is inside. നിങ്ങൾ അതിന്റെ മേലിൽ കൂടെ സ്കിൻ വളരാൻ അനുവദിച്ചു, പക്ഷെ അതിനകത്ത് വേദനയുണ്ട്, അതിന്റെ വിഷമങ്ങളുണ്ട്, വിഷമകത്തുണ്ട്. This exercise of asking forgiveness from one another, തമ്മിൽ Amen ആ ഒരു ഏറ്റുപറയുക, forgiveness, ക്ഷമ ചോദിക്കുക, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ it will release so much life. ജീവനെ പകരാൻ തുടങ്ങും. This horrible couple, you know what happened to them? Amen. നിങ്ങൾക്ക് അറിയുമോ ആ വഴക്കുണ്ടാക്കിയ ദമ്പതികൾക്ക് എന്ത് സംഭവിച്ചു? They didn't divorce. അവര് വിവാഹമോചിതരായില്ല. Hallelujah, they didn't divorce. അവര് ഡിവോഴ്സ് ആയില്ല. They started a ministry. അവര് ശുശ്രൂഷ ആരംഭിച്ചു. They have so many miracles. അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങി. Especially cancer healings. അവരുടെ കൂടെ ക്യാൻസർ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. Because many times cancer comes from such hurts and from such bitterness. Amen. ഇപ്രകാരമുള്ള മുറിവുകളിൽ നിന്നും, ക്ഷമിക്കപ്പെടാത്ത അനുഭവങ്ങളിൽ നിന്നും ഇപ്രകാരമുള്ള അർബുദ രോഗങ്ങൾ, ക്യാൻസറുകൾ ഉണ്ടാകാറുണ്ട്. Many times it comes when you ponder the negative things. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ വാഴുമ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നു. They travel around the world and heal many people, especially of cancer. ഇപ്പോൾ രാജ്യങ്ങൾ കുടുംബമായി അവർ യാത്ര ചെയ്ത് ഇപ്രകാരം രോഗമുള്ളവരെ അവർ സൗഖ്യമാക്കുന്നു. Hallelujah. 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 The devil was afraid of them and tried to destroy them. പിശാച് അവരുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള അറിവ് അവരുണ്ടായി അവരെ എതിർക്കാൻ തുടങ്ങി. Some people live a silent divorce. You know what is a silent divorce? നിങ്ങൾക്കറിയാം, ചില വ്യക്തികൾ സെപ്പറേറ്റ് ആയി ആരും അറിയാത്ത വിവാഹമോചിതരായി ജീവിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം എന്താണതെന്ന്? But I wanted to tell you what India does. Shh, be nice. Auntie is watching. എന്നറിയുമോ, നിങ്ങൾ മിണ്ടായിരിക്കെ എല്ലാവരുടെ മുമ്പിൽ പറയും, ആൾക്കാർ നോക്കുന്നുണ്ട്, ഈ ആന്റി കാണുവാണ്, മിണ്ടാതിരിക്കുക. ഇതാണ് ഇന്ത്യയിലെ ചെറിയ society is watching. സമൂഹം എല്ലാവരും കാണുന്നുണ്ട്, നമ്മളുടെ കാര്യം നമ്മളിൽ തന്നെ അടങ്ങിയിരിക്കട്ടെ, വേറെ ആരും അറിയണ്ട. We are a good couple, we are a nice couple. പുറമെ എല്ലാം വെള്ളപൂശിയതുപോലെ ഞങ്ങൾ നല്ല ദമ്പതികളാണ്, ഒരു പ്രശ്നമില്ല. In the heart they have divorced long ago. അന്നേരം അവർ ഹൃദയത്തിനകത്ത് വർഷങ്ങളായി ഡിവോഴ്സ് ആയി കഴിഞ്ഞു. Nowadays people take that bold step and do a physical divorce. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു ബോൾഡായിട്ട് തീരുമാനമെടുത്ത് ഫിസിക്കലായിട്ട് ഒരു ഡിവോഴ്സ് ചെയ്യുക.
The Holy Spirit comes when they are in unity, in one accord എന്നാൽ together. പരിശുദ്ധാത്മാവ് അവർ ഐക്യമത്യത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ മേൽ കടന്നു വരുന്നു. I showed you the way now to come into this unity. ഇന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി ഞാൻ കാണിച്ചു തന്നിരിക്കുകയാണ്, എങ്ങനെ ഈ ഐക്യത്തിലേക്ക് And to കടന്നു വരാം. destroy the works of the devil. നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായിട്ടുള്ള പിശാചിന്റെ പ്രവൃത്തികളെ തകർത്ത് കളയാം. If your spouse is not here, you can even do that online. ആമേൻ. ഒരുപക്ഷേ നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഇല്ല, ഭർത്താവ് ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാം അവരോട്. You serve a very mighty God. ആമേൻ. നിങ്ങൾ ഒരു സർവശക്തനായ ദൈവത്തെ സേവിക്കുന്നു. We had many people that were already divorced or at the board of divorce and they could recover their marriage. ഞാൻ അനേക കുടുംബങ്ങൾ ആമേൻ വിള്ളലായിരുന്ന ബന്ധങ്ങൾ, അതുപോലെ വിവാഹമോചനത്തിന്റെ അവസാനം വരെ പോയിട്ട് വന്ന് തിരിച്ചു വന്ന അനേക വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. That person that wants to divorce you, you just write some nice messages, say sorry. ആമേൻ. നിങ്ങൾ നല്ല മെസ്സേജ് ഒക്കെ ഒന്ന് അയച്ചിട്ട് സോറിയും കൂടെ അതിന്റെ കൂടെ ചേർത്ത് ആ വ്യക്തിയോട് തിരിച്ചു പറയുക. The first time they will not accept. ഒരുപക്ഷെ ആദ്യം നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കാണില്ല. I forgave you how many times, again you do the same. ആമേൻ. ഉടനെ അടുത്ത മെസ്സേജ് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്ന്. Keep praying, keep writing. വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും അയക്കുക. Let the Holy Spirit guide you what to write when. എങ്ങനെ എന്ത് എപ്പോൾ അയക്കണം എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ചിന്തകൾ He is a നൽകട്ടെ. spirit of resurrection. He is a spirit of life. ആമേൻ. പരിശുദ്ധാത്മാവ് ഉയർപ്പിന്റെ ദൈവമാണ്, ജീവന്റെ ദൈവമാണ്. He can resurrect your marriage. Hallelujah. നിങ്ങളുടെ കുടുംബങ്ങൾ He can പണിയപ്പെടട്ടെ, resurrect your marriage. പുനരുത്ഥാനം Hallelujah. ഉണ്ടാകട്ടെ. Hallelujah. Holy Spirit, we love you so much. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങയെ Holy സ്നേഹിക്കുന്നു. Spirit, we thank you so much, so much, പരിശുദ്ധാത്മാവേ so ഞങ്ങൾ much അങ്ങയെ ഒരുപാട് സ്നേഹിക്കുന്നു. that you came to live in us. ഞങ്ങൾ അങ്ങ് വാസം ചെയ്യുവാൻ കടന്നു വന്നുവല്ലോ. That you sealed us as your possession. അവിടുത്തെ അവകാശമാക്കി ഞങ്ങളെ മുദ്രയിട്ടല്ലോ. You are the seal that we belong to God. കർത്താവേ ഞങ്ങൾ അങ്ങയുടേതായി അങ്ങ് ഞങ്ങളെ മുദ്രയിട്ടല്ലോ. You കർത്താവേ will be with us forever. കർത്താവേ ഞങ്ങളിൽ എന്നും അങ്ങ് വാഴുന്നതിനായി നന്ദി. You live inside of us. അങ്ങ് ഞങ്ങളിൽ ഉള്ളിൽ വാസം ചെയ്യുന്നു. Holy Spirit, we want to make you so happy. കർത്താവേ അങ്ങയെ ഞങ്ങൾ എപ്പോഴും സന്തോഷിപ്പിക്കുവാനായി We want you ആഗ്രഹിക്കുന്നു. to feel at home inside of us. കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങൊരു സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Holy Spirit, we just പരിശുദ്ധാത്മാവേ, submit to you. We submit to you. ഞങ്ങൾ ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. We submit to you. ഞങ്ങൾ സമർപ്പിക്കുന്നു. We are so grateful that you came into our lives. ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നതിനായി ഒത്തിരി നന്ദിയുണ്ടപ്പാ. Holy Spirit, show us how to acknowledge you more. അങ്ങയെ എങ്ങനെയാണ് വീണ്ടും വീണ്ടും സന്തോഷിപ്പിക്കേണ്ടത്, അങ്ങയെ മനസ്സിലാക്കേണ്ടത് ഞങ്ങളെ പഠിപ്പിക്കണം. Show us how to cooperate with you more. അങ്ങയോടൊപ്പം ചേർന്ന് കർത്താവെ ക്രമീകരണം ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. Show us to work together with you because you're the spirit of love, of unity, of peace. You're the spirit of power. അങ്ങ് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ ആത്മാവാകയാൽ അങ്ങയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ വീണ്ടും പഠിപ്പിക്കണമേ. And you are a soft dove. അങ്ങ് കർത്താവെ ആമേൻ വളരെ സ്നേഹമുള്ളൊരു പ്രാവാകയാൽ Forgive us when we have hurt you. കർത്താവെ അങ്ങയെ ഞങ്ങൾ വേദനിപ്പിച്ചെങ്കിൽ ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണമേ. We don't want to grieve you ഒരിക്കലും ഞങ്ങൾ അങ്ങയെ ദുഃഖിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. with angry words, കർത്താവെ വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ ഞങ്ങൾ ഇനി പറയാൻ അനുവദിക്കില്ല. with shouting, clamor, fighting. കർത്താവെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് മാറുവാൻ സഹായിക്കണം. Holy Spirit, പരിശുദ്ധാത്മാവേ, we welcome you into our lives. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. Help us to walk in the Spirit. ആത്മാവിൽ നടക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. Show us the heart of God. കർത്താവെ അവിടുത്തെ ഹൃദയത്തെ ഞങ്ങളെ വെളിപ്പെടുത്തണമേ. Reveal to us that Father heart of God. അപ്പന്റെ സ്നേഹത്തെ ഹൃദയത്തെ ഞങ്ങൾ വെളിപ്പെടുത്തണമേ. So that we can be fathers and mothers of faith. കർത്താവ് വിശ്വാസത്തിന്റെയും അമ്മയും അപ്പനുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. We can carry the presence of God കർത്താവെ അവിടുത്തെ സാന്നിധ്യത്തെ ചുമക്കുവാൻ wherever സഹായിക്കണമേ. we go. ഞങ്ങൾ എവിടെ പോയാലും Holy Spirit, പരിശുദ്ധാത്മാവേ, on this Pentecost day, ഈ പെന്തക്കോസ്ത് ദിനത്തിൽ we are inviting you അങ്ങ് ഞങ്ങൾ സ്വാഗതം to ചെയ്യുന്നു. take complete control over our life. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമേ. Our tongue, ഞങ്ങളുടെ നാവുകൾ, our heart, ഞങ്ങളുടെ ഹൃദയം, our thoughts, ഞങ്ങളുടെ ചിന്തകൾ, our body, ഞങ്ങളുടെ ശരീരം take complete control. പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമേ. You are the spirit of holiness. അങ്ങ് വിശുദ്ധിയുടെ ദൈവമല്ലോ. It's very easy to live in holiness when കർത്താവേ, you take control, Holy Spirit. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കുമ്പോൾ വിശുദ്ധിയിൽ നടക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമെന്ന് ഞങ്ങൾക്കറിയാം. You are the spirit of holiness. കർത്താവ് ഞങ്ങൾക്കറിയാം അങ്ങ് വിശുദ്ധിയുടെ ദൈവമാണ്. Oh, we honor you.
ഞങ്ങൾ അങ്ങേ മാനിക്കുന്നു. Thank you so much for all the gifts that you have given to us. ഞങ്ങളുടെ മേൽ പകർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി നന്ദി. The fruit of the Spirit, the gifts of the Spirit, how can we live without? കർത്താവേ, ആ ഫലപ്രദമായ ജീവിതം ഇല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും കർത്താവേ? Holy Spirit, we love you. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ We സ്നേഹിക്കുന്നു. honor you. ഞങ്ങൾ അങ്ങേ മാനിക്കുന്നു. Thank you so much for coming ഞങ്ങളിലേക്ക് കടന്നു വന്നതിനായി നന്ദി പറയുന്നു. and showing us Jesus. യേശുവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനായി നന്ദി. Only by you, Holy Spirit, we can even proclaim that Jesus is Lord. യേശു ദൈവമെന്ന് ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നത് അങ്ങ് മുഖാന്തരമാണ്. Holy Spirit, without you we could never have been saved. കർത്താവേ, ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പോലും അങ്ങില്ലായിരുന്നുവെങ്കിൽ പറ്റത്തില്ലല്ലോ. Oh, we love you so much. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു യേശുവേ. We want to cooperate with you. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങോട്ട് ചേർന്ന് Father, we want പ്രവർത്തിക്കാൻ to bring ആഗ്രഹിക്കുന്നു. many people to salvation. കർത്താവേ, അനേകായിരങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാൻ സഹായിക്കണം. You are the one who testifies that we are children of God. ഞങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. Teach us to cooperate with you, വീണ്ടും അങ്ങോട്ട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. so that through us many can come to അത് salvation. മുഖാന്തരം അനേകായിരങ്ങൾ കർത്താവിലേക്ക് വരുവാനിടയാകുമല്ലോ. Holy Spirit, take control of our family. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തെ നിയന്ത്രണം ഏറ്റെടുക്കണം. Take control of every hurt in our heart. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മുറിവുകളെയും അങ്ങ് നിയന്ത്രണം ഏറ്റെടുക്കണമേ. Help us to forgive കർത്താവേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ and to സഹായിക്കണം. let the rivers of life flow. ഞങ്ങളുടെ ഉള്ളിൽ ജീവന്റെ ജലനദികൾ ഒഴുകട്ടെ. Holy Spirit, പരിശുദ്ധാത്മാവേ, when you come, അങ്ങ് വരുമ്പോൾ rivers of living water are flowing from us. ജീവന്റെ ജലനദികൾ ഞങ്ങളിൽ കൂടെ ഒഴുകുവാനിടയാകുമല്ലോ. Thank you, Holy Spirit, നന്ദി പരിശുദ്ധാത്മാവേ. that we go out ഞങ്ങൾ പുറത്തു പോകുമ്പോൾ into this dry world, ഈ ഉണങ്ങിയ വരൾച്ചയുള്ള ലോകത്തിൽ കടന്നു bringing പോകുമ്പോൾ your love, your power, അവിടുത്തെ ശക്തിയും സ്നേഹവും your rivers of living water, അവിടുത്തെ നദി ഞങ്ങളോട് ഒഴുകട്ടെ. your salvation and your miracles. അവിടുത്തെ രക്ഷയും അത്ഭുതം ഞങ്ങൾ കൂടെ ഒഴുകട്ടെ. Here we are. ഞങ്ങളിതാ use us for your glory. അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ In ഉപയോഗിക്കണം. Jesus' mighty name. യേശുവിൻ നാമത്തിൽ Father, I തന്നെ. bless every family here. പിതാവേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങനെ I'm അനുഗ്രഹിക്കണമേ. very surprised at what I spoke. കർത്താവേ, എനിക്ക് വളരെ ആശ്ചര്യമാണ് ഞാൻ ഈ You know their സംസാരിച്ചത്. hearts. അങ്ങയ്ക്ക് ഞങ്ങളുടെ ഹൃദയത്തെ അറിയാം. Help them to come into such a unity. അപ്രകാരമുള്ള ഐക്യതയിൽ വളരുവാൻ ഈ കുടുംബങ്ങളെ സഹായിക്കുമാറാകണമേ. No temptation, ഒരു no പ്രലോഭനങ്ങളുമില്ല. frustration, ഒരു രീതിയിലും കർത്താവ് വ്യതിയാനങ്ങളില്ല. no bored feeling, കർത്താവ് ഒരിക്കലും ബോറായിട്ടുള്ള ഒരു such ഫീലിംഗ് an ഉണ്ടാകരുത്. excitement in their marriage. അവരുടെ കുടുംബങ്ങളിൽ വിവാഹത്തിൽ ആവേശങ്ങൾ Make ഉണ്ടാകട്ടെ. them healers of marriages. ദൈവിക സൗഖ്യങ്ങൾ കുടുംബങ്ങൾ വിവാഹത്തിൽ Make ഉണ്ടാകട്ടെ. them builders of the kingdom of God. ഇവരെല്ലാം ദൈവരാജ്യത്തെ പണിയുന്നവരായി തീരട്ടെ. Make them powerful death raisers, healers, saviors, deliverers. കർത്താവേ, വിടുതൽ നൽകുന്ന വ്യക്തികളായി, സൗഖ്യം നൽകുന്ന വ്യക്തികളായി, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരായി ഇവർ തീരട്ടെ. Everything is by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സംഭവിക്കട്ടെ. Help us to live with you every day. ആമേൻ. ഓരോ ദിവസം അത്ഭുതമായി ജീവിപ്പാൻ സഹായിക്കണം. Such an intimate relationship. അങ്ങനെ കർത്താവേ, ആമേൻ, അവിടുത്തെ ആത്മാവിന്റെ ബന്ധത്തിൽ ജീവിക്കാൻ സഹായിക്കണം. Holy Spirit, പരിശുദ്ധാത്മാവേ, take complete control. എല്ലാ നിയന്ത്രണം അങ്ങേറ്റെടുക്കണമേ. Just tell him, Holy Spirit. പരിശുദ്ധാത്മാവ്, എല്ലാവരും പറഞ്ഞ Tell പരിശുദ്ധാത്മാവേ, him, Holy Spirit, പരിശുദ്ധാത്മാവേ, take complete control. എന്റെ ജീവിതത്തെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമേ. Take complete control. പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമേ. Take complete control. പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണം. Thank you, you are doing it. കർത്താവേ, അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. I honor you. ഞാൻ അങ്ങേ മാനിക്കുന്നു. I love you. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. 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 Thank you. Bless you. വളരെ നന്ദി.